സമൂഹത്തിൽ 40% ആൾക്കാരെയും ബാധിക്കുന്ന ഒരു അസുഖമായി മാറിക്കഴിഞ്ഞു ഫാറ്റി ലിവർ. ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങൾ കാരണം കുട്ടികളെയും സ്ത്രീകളെയുമാണ് ഇത് കൂടുതൽ ബാധിക്കുന്നത്. ഡോക്ടർ, എന്താണ് നോൺ ആൽക്കഹോളിക് ലിവർ സിറോസിസ്? നമ്മളെല്ലാവരും ഈ ഫാറ്റി ലിവർ എന്നൊരു വാക്ക് പലരും കേട്ട് കാണും. പൊതുവെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. നമ്മുടെ കരളിൽ അമിതമായി കൊഴുപ്പടിയുന്ന ഒരവസ്ഥയാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. അപ്പോൾ ഫാറ്റി ലിവർ കാരണം വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഫാറ്റി ലിവർ, ഇത് 10 മുതൽ 15 വർഷത്തിന് മേലെ ഫാറ്റി ലിവർ നിൽക്കുന്ന ചിലരിൽ ഇത് സിറോസിസ് എന്ന രോഗത്തിലേക്ക് പ്രോഗ്രസ് ചെയ്യാറുണ്ട്. അപ്പോൾ സിറോസിസ് എന്ന പേരും നമ്മൾ പലരും കേട്ട് കാണും. മദ്യപിക്കുന്നവർക്കൊക്കെ വരുന്ന രോഗമെന്നാണ് പണ്ട് എല്ലാവരും കരുതിയിരുന്നത്. അമിത മദ്യപാനമുള്ളവർക്ക് രക്തം ഛർദ്ദിക്കുക, വയറ്റിൽ വെള്ളം കെട്ടുക, ഇത്തരം പ്രശ്നകരമായ ഒരു അവസ്ഥയിലൂടെ പോകുന്ന രോഗാവസ്ഥയാണ് സിറോസിസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ പണ്ടൊക്കെ സിറോസിസ് എന്നുള്ളത് പൂർണ്ണമായും മദ്യപാനികളിൽ മാത്രം കണ്ടുവരുന്ന രോഗമായിരുന്നു. പിന്നെ മദ്യം തൊടുക പോലും ചെയ്തിട്ടില്ലാത്തവരിലും സിറോസിസ് കണ്ടു തുടങ്ങുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഇതിനെയാണ് നോൺ ആൽക്കഹോളിക് സിറോസിസ് എന്ന ഒരു പേര് നമ്മൾ വിളിച്ചിരുന്നത്. അപ്പോൾ നോൺ ആൽക്കഹോളിക് എന്ന മദ്യപാനം ഇല്ലാത്തവരിൽ വരുന്ന സിറോസിസ്, അതിൽ ഏറ്റവും കൂടുതലായി ആ ഒരു ഗ്രൂപ്പിൽ പെട്ടിരുന്നത് ഫാറ്റി ലിവർ മൂലമുണ്ടാകുന്ന സിറോസിസാണ്. എന്നാൽ കഴിഞ്ഞ 2023 ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പേരിനൊരു മാറ്റം വരുത്തി. കാരണം ഇത് പ്രധാനമായും വിദേശീയരുടെ ഒരു രോഗമായിരുന്നു മുന്നേ. ഇപ്പം നമ്മുടെ നാട്ടിലും വളരെ സാധാരണമാണെങ്കിലും ഇത് പ്രധാനമായും വിദേശീയരുടെ രോഗമാണ്. അപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ഈ ആൽക്കഹോളിക് എന്ന വാക്ക് പറയുന്നത് തന്നെ ആ രോഗിയോടുള്ള ഒരു ഡിസ്ക്രിമിനേഷൻ, അവരെ ഒരു അവഹേളിക്കുന്ന തരത്തിലുള്ള ഒരു മദ്യപാനി എന്നൊരു പേര് ഒരാൾക്ക് കൊടുക്കുന്നു. അത് അവരുടെ എന്താ പറയുക, ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ പോലെയൊക്കെ ഉള്ളൊരു സംഭവങ്ങളായിട്ട് വന്നു. അപ്പം ആൽക്കഹോളിക് എന്നൊരു പേരോ ഈവൻ നോൺ ആൽക്കഹോളിക് എന്നുള്ളൊരു വാക്ക് തന്നെ ആ പേരിൽ വരുന്നത് ആൾക്കാർക്കൊരു മോശമായിട്ട് തോന്നുകയും, അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലിപ്പോൾ ബോഡി ഷേമിംഗ് ഒക്കെ വളരെ പ്രശ്നമായിരുന്ന കാലത്ത് ഫാറ്റി ലിവർ എന്ന വാക്കിന് പോലും ചില പരിമിതികളുണ്ടായി. ഫാറ്റി എന്ന് പറയുന്നത് തന്നെ പലർക്കും ഇഷ്ടപ്പെടുന്നില്ല. ഫാറ്റി ലിവർ എന്ന് പറയുന്നത് ഞാനൊരു ഫാറ്റിയാണ് എന്ന് പറയുന്ന ആ പേരുകൾ മാറ്റണമെന്ന് ആഗോളതലത്തിലൊരു ചർച്ചയുണ്ട്. അപ്പോൾ ഈ ആൽക്കഹോളിക് എന്നും ഫാറ്റി എന്നുമുള്ള വാക്കുകളൊക്കെ മാറ്റണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ വർഷമാണ് ഈ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ എന്ന പേര് തന്നെ എടുത്തു കളയാനും ഫാറ്റി എന്നും ആൽക്കഹോളിക് എന്ന വാക്കില്ലാതെ MASLD എന്ന പേരാണ് ഇപ്പോൾ പുതുതായി ഇതിന് നൽകിയിരിക്കുന്നത്. അപ്പോൾ അസുഖം മാറിയിട്ടില്ല, പക്ഷേ പേര് മാറി. കഴിഞ്ഞ വർഷം മാറിയതാണ് MASLD, മെറ്റബോളിക് സിൻഡ്രോം അസോസിയേറ്റഡ് സ്റ്റിയറ്റോട്ടിക് ലിവർ ഡിസീസ്. അപ്പോൾ ഫാറ്റ് എന്നുള്ളതിന് മെഡിക്കൽ ടേമാണ് സ്റ്റിയറ്റോസിസ്. അപ്പോൾ ഫാറ്റി മാറി സ്റ്റിയറ്റോട്ടിക്കായി ആ ആൾക്കാർക്കൊരു ആ രോഗാവസ്ഥ അനുഭവിക്കുന്നവർക്കൊരു ഡിസ്ക്രിമിനേഷൻ തോന്നാതിരിക്കാൻ വേണ്ടി MASLD എന്ന പേരിലാണ് ഇപ്പോൾ നോൺ ആൽക്കഹോളിക് സിറോസിസ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇപ്പോൾ നോൺ ആൽക്കഹോളിക് സിറോസിസ് എന്നൊരു പേരില്ല, MASLD സിറോസിസ് എന്നാണ് അതിൻ്റെ പുതിയ പേര്. അപ്പം മദ്യം ഉപയോഗിക്കാത്തവരിൽ ഈ ഒരു അസുഖം എങ്ങനെയാണ് അവരുടെ ശരീരത്തെ ബാധിക്കുന്നതെന്നും കൂടി ഒന്ന് വിശദീകരിക്കാമോ? അപ്പോൾ അമിതവണ്ണം ഉള്ളവർ മദ്യപിച്ചാൽ രണ്ടുമില്ലേ, മദ്യമുണ്ട് വണ്ണമുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ കുറേ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ മുമ്പ് നമ്മൾ ഈ നോൺ ആൽക്കഹോളിക് എന്ന് പറയുമ്പോഴത്തേക്കും സ്വല്പം ആൽക്കഹോൾ കഴിക്കുകയും നല്ലതുപോലെ അമിത വണ്ണമൊക്കെ ഉള്ളവരിൽ ഇത് തമ്മിലൊരു കൺഫ്യൂഷനുണ്ട്. ഇവർക്ക് ആൽക്കഹോളിക് ആണോ നോൺ ആൽക്കഹോളിക് ആണോ എന്നൊക്കെ നമുക്ക് കൃത്യമായി പറയാൻ പറ്റില്ല. അപ്പോൾ ഈ പുതിയ നാമധേയം വന്നപ്പോൾ ഈ കൺഫ്യൂഷൻ എല്ലാം മാറിയിട്ടുണ്ട്. ഒറ്റ പേരേ ഉള്ളൂ, സ്റ്റിയറ്റോട്ടിക് ലിവർ ഡിസീസ്. സ്റ്റിയറ്റോട്ടിക് എന്ന് പറഞ്ഞാൽ ലിവറിൽ കൊഴുപ്പടിയുന്ന കരൾ രോഗം, സ്റ്റിയറ്റോട്ടിക് ലിവർ ഡിസീസ്. സ്റ്റിയറ്റോട്ടിക് ലിവർ ഡിസീസിൽ പല തരങ്ങളുണ്ട്. ഒന്ന്, മദ്യപാനം മാത്രമുണ്ടുള്ള സിറോസിസ്. ഇപ്പോൾ നല്ല മെലിഞ്ഞിരിക്കുന്ന വ്യക്തിയെ ദിവസേന മദ്യപിക്കുകയാണെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ കരളിൽ കൊഴുപ്പടിയുന്നു. കരളിൽ കൊഴുപ്പടിഞ്ഞ് തന്നെയാണ് മദ്യപാനി സിറോസിസിലേക്ക് പ്രോഗ്രസ് ചെയ്യുന്നത്. അപ്പോൾ മദ്യപാനം കൊണ്ടുണ്ടാകുന്ന സ്റ്റിയറ്റോസിസ് ഒരു തരം. രണ്ടാമത്തത് മദ്യപാനം തീരെ ഇല്ലാത്ത എന്നാൽ അമിതവണ്ണം, രക്തത്തിൽ പഞ്ചസാര, കൊളസ്ട്രോൾ ഇങ്ങനെയുള്ള മറ്റ് രോഗങ്ങൾ കാരണം കൊഴുപ്പടിയുന്ന സ്റ്റിയറ്റോട്ടിക് ലിവർ ഡിസീസ്, മെറ്റബോളിക് സിൻഡ്രോം അസോസിയേറ്റഡ് സ്റ്റിയറ്റോട്ടിക് ലിവർ ഡിസീസ് എന്ന MASLD. എന്നാൽ ഇത് രണ്ടിനിടയിൽ പുതിയൊരു ഗ്രൂപ്പും കൂടെ ഇപ്പോൾ പുതിയ നാമധേയത്തിൽ വന്നിട്ടുണ്ട്. അതാണ് മെറ്റാൽഡ് എന്ന് നമ്മൾ പറയും. അതായത് അവർക്ക് മദ്യപാനവും ഉണ്ട്, ഈ അമിതവണ്ണവും ഷുഗറും കൊളസ്ട്രോളും. അപ്പോൾ സാധാരണ നമ്മൾ മുന്നേ പറഞ്ഞുകൊണ്ടിരുന്ന നോൺ ആൽക്കഹോളിക്കിൻ്റെ ക്രൈറ്റീരിയ ഉണ്ട്, എന്നാൽ മദ്യപാനമുണ്ട്. രണ്ടും കൂടെ ചേർന്നുള്ളൊരു ഗ്രൂപ്പ് മെറ്റാൽഡ് എന്ന് പറയുന്നൊരു ഗ്രൂപ്പും ഉണ്ട്. സോ സ്റ്റിയറ്റോട്ടിക് ലിവർ ഡിസീസ് ആൽക്കഹോൾ റിലേറ്റഡ്, MASLD റിലേറ്റഡ്, മെറ്റാൽഡ്, അങ്ങനെ 3 ഗ്രൂപ്പായിട്ട് തരംതിരിച്ചു. ആക്ച്വലി നമ്മുടെ നാട്ടിൽ കൂടുതലും കണ്ടുകൊണ്ട് വരുന്നതിരിക്കുന്ന മെറ്റാൽഡ് വളരെ കോമൺ ആണ്. ബിക്കോസ് നമ്മുടെ നാട്ടിൽ പലർക്കും അമിതവണ്ണമുണ്ട്, അതിൻ്റെ കൂടെ ചെറിയ തോതിലുള്ള മദ്യപാനവും ഉണ്ട്. അപ്പോൾ ഈ ചെറിയ തോതിലുള്ള മദ്യപാനം ചിലപ്പോൾ വലിയ പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കും.
അത് മദ്യപിച്ചില്ലെങ്കിലും ഈ പറഞ്ഞ പലതരത്തിലുള്ള ലൈഫ് സ്റ്റൈലിൽ വരുന്ന ചേഞ്ചസ് കൊണ്ടും നമുക്ക് ഈ അസുഖം വരാമെന്നുള്ളതാണ്. തീർച്ചയായും ഫാറ്റി ലിവറിൻ്റെ ഭൂരിഭാഗം പങ്കും ഇന്ന് കേരളത്തിൽ പോലും ഭൂരിഭാഗവും മദ്യപാനം ഇല്ലാത്തവരിലാണ് വരുന്നത്. നമുക്ക് ഏറ്റവും പ്രധാനമായും ഡയബറ്റിസ് എന്ന രോഗമുള്ളവരിൽ 65% പേരിലും ഫാറ്റി ലിവർ കണ്ടുവരുന്നു. തീരെ മെലിഞ്ഞിരിക്കുന്ന ഡയബറ്റിസ് ആണെങ്കിലും ഈവൻ വെൽ കൺട്രോൾ ഡയബറ്റിസ് ആണെങ്കിൽ പോലും 10 മുതൽ 15 വർഷം ഡയബറ്റിസ് നിന്ന് കഴിഞ്ഞാൽ ഇൻവേരിയബിളി അതിൻ്റെ കൂടെ ഫാറ്റി ലിവർ വരുന്നു. ഇപ്പോൾ ഡയബറ്റിസ് പോലെ തന്നെ കൊളസ്ട്രോൾ ഉള്ളവരിലും പലരിലും വരുന്നു. അമിതവണ്ണമുള്ളവരിൽ പലരിലും ഫാറ്റി ലിവർ വരുന്നു. ഡയബറ്റിസ്, അമിതമായ കൊളസ്ട്രോൾ, അമിതവണ്ണം, ഇത്തരം രോഗാവസ്ഥകൾ ഉള്ളവരിൽ ഈ ഫാറ്റി ലിവർ ഡിസീസ് വളരെ കോമൺ ആവുന്നു. വർഷങ്ങളോളം നിൽക്കുന്ന ഫാറ്റി ലിവറാണ് പിന്നീട് സിറോസിസ് എന്ന അവസ്ഥയിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഹോർമോൺ ഇംബാലൻസ് ആയ PCOD, തൈറോയിഡ് വരുന്നതൊക്കെ സ്ത്രീകളിൽ ഇതെങ്ങനെയാണ് ബാധിക്കുന്നതെന്നൊന്ന് പറയാം. തീർച്ചയായും നമ്മളിപ്പോൾ ഡയബറ്റീസ് പറഞ്ഞതുപോലെ തന്നെ വളരെ കൊച്ചു പെൺകുട്ടികളിൽ വരെ ഇപ്പോൾ PCOD കാണുന്നുണ്ട്. കുട്ടികൾക്ക് നമ്മുടെ ഭക്ഷണ ശൈലിയിലുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് കാരണമെന്ന് പറയപ്പെടുന്നു. കാരണം മുമ്പുള്ളതിനേക്കാളൊക്കെ ഒത്തിരി കൂടുതലായിട്ട് ഇപ്പോൾ PCOD കണ്ടുവരുന്നു. മുമ്പുള്ള കുട്ടികൾക്ക് കുറച്ചും കൂടെ കളിയും ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് എല്ലാം ഉണ്ടായിരുന്നു. ഇപ്പോൾ കുട്ടികൾക്ക് അത് തീരെയില്ല. കുട്ടികൾ ജനിക്കുമ്പോൾ തൊട്ട് മൊബൈൽ ഫോൺ കളിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ആർത്തവം തുടങ്ങുന്ന സമയം തൊട്ട് തന്നെ പല കുട്ടികളും PCODയുടെ ലക്ഷണങ്ങൾ കണ്ടുതുടങ്ങും. PCOD എന്ന് പറയുന്നത് ഇൻസുലിനോട് ശരീരം റെസിസ്റ്റ് ചെയ്യുന്ന ഒരവസ്ഥയാണ്. ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ള അവസ്ഥയാണ്. PCODയും പിന്നീട് ഫാറ്റി ലിവറിലേക്കും ഡയബറ്റീസിലേക്കും വഴിതെളിക്കും. തുടക്കത്തിലേ PCOD ആയിട്ട് തുടങ്ങി പിന്നീട് ഫാറ്റി ലിവർ, പിന്നീട് ഡയബറ്റീസ്, ഇതെല്ലാം വളരെ കോമൺ ആണ്. അപ്പോൾ PCODയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ രോഗാവസ്ഥ പെൺകുട്ടികളിൽ വളരെ ചെറിയ പ്രായത്തിൽ തുടങ്ങുന്നു. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഫാറ്റി ലിവറിൻ്റെ എല്ലാ പ്രശ്നങ്ങളും വരുന്നത് എത്ര വർഷം ഫാറ്റി ലിവർ നിൽക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ നമുക്കൊരു 50 വയസ്സിൽ വരുന്ന ഫാറ്റി ലിവറിൻ്റെ എല്ലാ പ്രശ്നങ്ങളും തുടങ്ങുന്നത് ഒരു 70-75 വയസ്സിലായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റ് പല അസുഖങ്ങളും വേറെ പല അസുഖങ്ങളും കാണും. ഫാറ്റി ലിവർ അത്ര വലിയൊരു പ്രശ്നക്കാരനാവുന്നില്ല. എന്നാൽ 15 വയസ്സായ ഒരു കുട്ടിക്ക് അവൾക്ക് ആർത്തവം തുടങ്ങുമ്പോൾ PCOD തുടങ്ങുകയും വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഫാറ്റി ലിവർ തുടങ്ങുകയും ചെയ്യുമ്പോൾ കുട്ടി ഒരു 25-30 വയസ്സാകുമ്പോൾ തന്നെ 15 വർഷത്തിന് മേലെയുള്ള ഫാറ്റി ലിവർ ആയിക്കഴിഞ്ഞു. വളരെ പെട്ടെന്ന് പ്രോഗ്രസ് ചെയ്യും. അപ്പോൾ ഇനി വരുന്ന തലമുറയിൽ ചെറിയ വയസ്സിലേ നമ്മൾ PCOD ഒക്കെ വേണ്ടതുപോലെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് കുറച്ച് കഴിയുമ്പോൾ ഫാറ്റി ലിവറിലേക്കും ഡയബറ്റീസിലേക്കും വഴിതെളിക്കും. അതുപോലെ തന്നെ തൈറോയിഡിൻ്റെ ഹൈപ്പോതൈറോയിഡിസം, അപ്പോൾ കൺട്രോൾഡ് അല്ലാത്ത ഹൈപ്പോതൈറോയിഡിസം, ഇപ്പോൾ നമ്മൾ ഹൈപ്പോതൈറോയിഡിസം ഉണ്ടെന്ന് അറിയാതെ പോവുകയും ചികിത്സിക്കാതെ പോവുകയും വളരെയധികം അമിതവണ്ണത്തിലേക്ക് പോവുകയൊക്കെ ചെയ്യുന്നു. നല്ല കൺട്രോൾ ചെയ്ത തൈറോയിഡ് രോഗം പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. പക്ഷേ അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഹൈപ്പോതൈറോയിഡിസവും തീർച്ചയായിട്ടും ഫാറ്റി ലിവറിലേക്ക് നയിക്കും. അപ്പോൾ ഈ ചെറിയ പ്രായത്തിലൊക്കെ ഈ തൈറോയിഡ്, PCOD പോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ പാരൻസ് കുട്ടികളെ എങ്ങനെയൊക്കെ ശ്രദ്ധിക്കണമെന്നും കൂടി ഒന്ന് പറയാമോ? അപ്പോൾ PCODയും തീർച്ചയായിട്ടും ജീവിതശൈലിയുമായി വളരെയധികം ബന്ധപ്പെട്ട രോഗമാണ്. PCOD വരുന്നത് ആരുടെയും കുറ്റം കൊണ്ടല്ല, അത് ജനിതകമായി തന്നെ പലർക്കും വരുന്നതാണ്. പക്ഷേ നമ്മൾ കണ്ടിരിക്കുന്ന പേരൻസിന് ഫാറ്റി ലിവറും ഡയബറ്റീസും ഉള്ള അച്ഛനമ്മമാർക്ക് ജനിക്കുന്ന, പ്രത്യേകിച്ച് 2 സൈഡിൽ നിന്നും ഡയബറ്റീസ് ഉള്ള അച്ഛനമ്മമാർക്ക് ജനിക്കുന്ന കുട്ടികൾക്ക് PCOD വളരെയധികം സാധ്യത കൊടുക്കും. അപ്പോൾ അവർക്ക് ജനറ്റിക്കായി തന്നെയാണ് അവർക്ക് PCOD വരുന്നത്. പക്ഷേ PCOD ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടികളുടെ ജീവിതശൈലിയിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തിയാലേ നമുക്കിത് കൺട്രോൾ ചെയ്തുകൊണ്ട് പോകാൻ പറ്റുള്ളൂ. PCODക്ക് പീരിയഡ്സ് ഇറഗുലർ ആവുന്നു, അമ്മമാർ പലപ്പോഴും വറി ചെയ്യുന്നു, കുറേ മരുന്നുകൾ കൊടുക്കുന്നു, ഹോർമോണൊക്കെ കൊടുക്കുമ്പോൾ പീരിയഡ്സ് കറക്റ്റ് ആവുന്നു. അതിപ്പോൾ അലോപ്പതി ആയാലും ആയുർവേദ ആയാലും ഹോമിയോപ്പതി ആയാലും പീരിയഡുകളെ കറക്റ്റ് ചെയ്യുന്നതെല്ലാം നമ്മുടെ ഹോർമോണുകളെ ബാധിക്കുന്ന മരുന്നുകളാണ്. അപ്പോൾ നമ്മുടെ ഹോർമോണുകളെ കറക്റ്റ് ചെയ്ത് പീരിയഡ്സ് കറക്റ്റ് ആക്കിക്കൊണ്ട് പോകുന്നു. അപ്പോൾ പീരിയഡ്സ് കറക്റ്റ് ആക്കിക്കൊണ്ട് പോയതുകൊണ്ട് മാത്രം PCOD എന്ന രോഗാവസ്ഥ മാറുന്നില്ല. അപ്പോൾ ശരീരം ഇൻസുലിനോട് നേരാവണ്ണം പ്രതികരിക്കുന്നില്ല, ഇൻസുലിനെ റെസിസ്റ്റ് ചെയ്യുന്നൊരവസ്ഥയാണ് PCOD. അപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് മാറാൻ ലോകത്ത് ഏറ്റവും തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു ചികിത്സാ രീതി എന്നുള്ളത് വ്യായാമം മാത്രമാണ്. അപ്പോൾ കുട്ടികൾക്ക് വ്യായാമശീലം കൊണ്ടുവന്നേ മതിയാവും. അതും കൊച്ചു കുട്ടികളാകുമ്പോൾ അവർക്ക് നല്ലതുപോലെ വ്യായാമം ചെയ്യാൻ പറ്റും. അപ്പോൾ അവർക്ക് കാർഡിയോ എക്സസൈസസ്, അതിൻ്റെ കൂടെ തന്നെ സ്ട്രെങ്ത് ട്രെയിനിങ്, അപ്പോൾ വ്യായാമം നല്ലതുപോലെ ചെയ്യുന്ന ഒരു ശീലം കൊച്ചു കുട്ടികളിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാലേ നമുക്ക് PCODയും പിന്നെ കല്യാണം കഴിയുമ്പോഴേ ഇൻഫെർട്ടിലിറ്റിയും ഇതെല്ലാം ആയിട്ട് കുട്ടികൾ വളരെയധികം കഷ്ടപ്പെടുകയാണ്. അപ്പോൾ ആ പ്രശ്നങ്ങളിലേക്ക് പോകാതിരിക്കണമെങ്കിൽ ചെറിയ പ്രായം തൊട്ടേ കുട്ടികളിലൊരു വ്യായാമശീലം കൊണ്ടുവരും. അപ്പം നമുക്ക് സ്കൂളിലിപ്പം ഒരു PT പീരീഡ് എന്നൊക്കെ പറയുന്നത് പണ്ടത്തെ കാലത്തൊക്കെ കുറച്ചും കൂടെയൊക്കെ ഒരു ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ കുട്ടികൾക്ക് കളി എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല. അധ്യാപകർ കളിക്കാൻ പ്രോത്സാഹിപ്പിച്ചാലും കുട്ടികളെല്ലാം
ഗ്രൂപ്പായിട്ട് സംസാരിക്കുകയും ഇന്നത്തെ മൊബൈൽ ഫോണിൽ പുതിയ ട്രെൻഡിങ്ങിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ ആ ശീലം ഒന്ന് മാറി മറിഞ്ഞ് പണ്ടത്തെ പോലെ ഫാറ്റി ലിവർ നമുക്ക് തടയണമെങ്കിൽ സ്കൂളിൽ നിന്ന് ഫാറ്റി ലിവറിൻ്റെ ബോധവൽക്കരണം തുടങ്ങണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. സ്കൂളിൽ നിന്ന് ബോധവൽക്കരണം തുടങ്ങാതെ ഒരു ആക്ടിവിറ്റിയും ഇല്ലാത്ത ഒരാളിനോട് 25-30 വയസ്സാകുമ്പോൾ പോലും ആക്ടിവിറ്റി തുടങ്ങാൻ പറയുമ്പോൾ അവർക്ക് വളരെ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ കുട്ടികൾക്ക് നമുക്കിത് പറഞ്ഞു കൊടുക്കാനും അവരെ അതിനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കി കൊണ്ടുവരാനും വളരെ എളുപ്പമാണ്. അപ്പോൾ ആൺകുട്ടികളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇതെങ്ങനെയാണ് അവരെ ബാധിക്കുന്നത്? തീർച്ചയായും പെൺകുട്ടികളെ പോലെ തന്നെ ആൺകുട്ടികൾക്കും ഇപ്പോൾ കാണുന്നുണ്ട്. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇന്നാൾ കുറച്ചിങ്ങനെ ക്ലാസ് ഫോട്ടോസ് എടുത്ത് നോക്കുകയായിരുന്നു. അപ്പം നമ്മുടെയൊക്കെ കാലത്തുള്ള ക്ലാസ് ഫോട്ടോസിൽ മൊത്തത്തിലൊരു ക്ലാസ്സിൽ ഗ്രൂപ്പ് ഫോട്ടോ എടുത്താൽ കുട്ടികളെല്ലാം അമിതവണ്ണമുള്ളത്, അതിൽ ഒരു 40 കുട്ടികളുണ്ടെങ്കിൽ ഒരു കുട്ടി മാത്രമേ അമിതവണ്ണമുള്ള ഒരു കുട്ടി കാണുകയുള്ളൂ. പക്ഷേ ഇന്നത്തെ കാലത്ത് ഒരു ക്ലാസ് ഫോട്ടോ എടുത്താൽ കുട്ടികളുടെ ഒരു BMI വെച്ച് നോക്കുകയാണെങ്കിൽ വളരെയധികം ഒരു ക്ലാസ് എടുത്താൽ എനിക്ക് തോന്നുന്നു ഒരു 30% മേലെ കുട്ടികൾക്ക് അമിതവണ്ണമുണ്ട്. അപ്പോൾ പെൺകുട്ടികളും ആൺകുട്ടികൾക്കും രണ്ടുപേർക്കും ഒരുപോലെ അമിതവണ്ണമുണ്ട്. അപ്പം മുമ്പൊക്കെ ആൺകുട്ടികൾക്ക് കുറച്ചും കൂടെ കളിയോടൊരു താല്പര്യം ഉണ്ടായിരുന്നു. അവർ ഔട്ട്ഡോർ ആക്ടിവിറ്റീസിൽ ഒത്തിരിയധികം ഇൻവോൾവ്, പെൺകുട്ടികളെക്കാൾ കൂടുതൽ. പെൺകുട്ടികൾ കുറച്ചൊക്കെ ഡാൻസ് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെയാണ് ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നത്. ആൺകുട്ടികൾ വളരെയധികം ക്രിക്കറ്റും ഫുട്ബോളും കളിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് വളരെയധികം കുറഞ്ഞു വന്നിരിക്കുന്നു. ആൺകുട്ടികളിൽ ചെറിയ പ്രായത്തിൽ തൊട്ട് തന്നെ അമിതവണ്ണം നമ്മൾ ഒത്തിരി കാണുന്നു. പിന്നെ ആൺകുട്ടികളെ കുറിച്ച് നമ്മൾ നേരിടുന്ന പെൺകുട്ടികൾക്ക് ഉണ്ടെങ്കിൽ പോലും വളരെ ചെറിയ വയസ്സിൽ തന്നെ ഇവർ ബിയറും, വളരെ ചെറിയ അളവിലെന്ന് തോന്നുന്ന രീതിയിൽ ബിയറും മദ്യപാനവും ഒക്കെ ഒരു കോളേജിൽ കയറുന്ന അവസ്ഥയിൽ തന്നെ ഇവരിത് തുടങ്ങുന്നു. അപ്പോൾ രണ്ട് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഈ ബിയറിൻ്റെയും ആൽക്കഹോളിൻ്റെയും ഉപയോഗം ഇപ്പോൾ കൂടി വരുന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും അത് കുറച്ചും കൂടെ കൂടുതൽ ആൺകുട്ടികളിൽ തന്നെയാണ്. ഈ ബിയറൊക്കെ ചെറിയ വയസ്സിൽ തുടങ്ങുന്നു. ബിയറിൽ തുടങ്ങുന്നത് പിന്നീട് മദ്യപാനത്തിലേക്ക് പോകുന്നു. ഈ ഫാസ്റ്റ് ഫുഡ് സംസ്കാരം, ആൺകുട്ടികൾ പൊതുവെ ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്ത് പോകാനും പെൺകുട്ടികൾ കുറച്ചും കൂടെ കൂടുതൽ, അമ്മമാരും ആൺകുട്ടികളെ കൂടുതൽ പുറത്ത് വിടുന്നു. അപ്പോൾ ഈ ഫ്രണ്ട്സിൻ്റെ കൂടെ പോവുകയും പുറത്തുനിന്നുള്ള ഫുഡ് കഴിക്കുകയും ജങ്ക് ഫുഡിൻ്റെ ഉപയോഗം ഒത്തിരി കൂടുതൽ ആൺകുട്ടികളിലാണ്. അപ്പോൾ ഈ ഒരു ജീവിതശൈലി ചെറിയ വയസ്സിൽ നിന്നേ വന്നിട്ടാണ് ഈ പറഞ്ഞ പോലെ ഞങ്ങൾ ഒത്തിരി കുട്ടികളെ കാണുന്നുണ്ട്. 13-14 വയസ്സായ ആൺകുട്ടികളിൽ നല്ല ഫാറ്റി ലിവർ, ഗ്രേഡ് 2ഉം 3ഉം ഫാറ്റി ലിവറൊക്കെ ചെറിയ വയസ്സുള്ള ആൺകുട്ടികളിൽ കാണുന്നുണ്ട്. ഇതും നേരത്തെ പറഞ്ഞ പോലെ അച്ഛനമ്മമാർക്ക് ഡയബറ്റീസ്, 2 പേർക്കും ഡയബറ്റീസ് ഉള്ള അച്ഛനമ്മമാരുടെ മക്കളാണെങ്കിൽ തീർച്ചയായും കൂടുതൽ ശ്രദ്ധിക്കണം. സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ കുടുംബത്തിൽ ആർക്കെങ്കിലും, അതിപ്പോൾ മുത്തശ്ശനായിക്കൊള്ളട്ടെ, ഈ നേരത്തെ പറഞ്ഞ ഫാറ്റി ലിവർ മൂലമുണ്ടാകുന്ന സിറോസിസ് കുടുംബത്തിൽ ആർക്കെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ചെറുമക്കളെ തൊട്ട് നമ്മൾ സ്ക്രീൻ ചെയ്യണം. ഇപ്പോൾ മുമ്പൊക്കെ നമ്മൾ പറയുമായിരുന്നു ഒരു പ്രായം ചെന്നൊരു വ്യക്തിക്ക് സിറോസിസ് ഉണ്ടെങ്കിൽ അവരുടെ മക്കളെ നമ്മൾ സ്ഥിരമായിട്ട് സ്ക്രീൻ ചെയ്യാറുണ്ട്. മക്കളെ സ്ക്രീൻ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും മിക്കവാറും ഒരു 3 മക്കളുണ്ടെങ്കിൽ 2 പേർക്ക് തീർച്ചയായും നല്ല ഫാറ്റി ലിവർ ഉണ്ടായിരിക്കും. അവരെ നമ്മളൊരു 35-40 വയസ്സിൽ നമ്മൾ അവരെ ചികിത്സിച്ച് കൊടുക്കുന്നു. പക്ഷേ ഈയിടെയായിട്ട് നമ്മൾ കണ്ടുവരുന്നത്, നമ്മൾ അവരുടെ ചെറുമക്കളെ വിളിച്ചുവിട്ട് തന്നെ സ്ക്രീൻ ചെയ്ത് നോക്കുമ്പോൾ 10-12 വയസ്സുള്ളവരെ ചെറുമക്കളിൽ ആൺകുട്ടി ആയിക്കൊള്ളട്ടെ പെൺകുട്ടി ആയിക്കൊള്ളട്ടെ ഫാറ്റി ലിവർ നമ്മൾ കാണുന്നു. അപ്പോൾ ജനറ്റിക് ടെൻഡൻസി ടു ഫാറ്റി ലിവർ നിങ്ങളുടെ കുടുംബത്തിലുണ്ടെങ്കിൽ വളരെ ചെറിയ വയസ്സിൽ കുട്ടിയെ സ്ക്രീൻ ചെയ്യുന്നതിനേക്കാൾ ഉപരി കുട്ടിയെ കളിക്കാൻ വിടുക, കുട്ടിക്കൊരു വ്യായാമം, കുട്ടികൾ എൻജോയ് ചെയ്യുന്ന വ്യായാമം കൊടുക്കണം. അപ്പോൾ കുട്ടിയെ കൊണ്ടുപോയി നിങ്ങൾ ജിമ്മിൽ കൊണ്ടുപോയി കുട്ടിക്ക് ഇഷ്ടമില്ലാത്തൊരു സ്ഥലത്ത് കൊണ്ടുപോയി നിർത്തി നിങ്ങളിങ്ങനെ ഇത് ചെയ്യൂ എന്ന് പറഞ്ഞ് ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു കോച്ചിൻ്റെ കൂടെ കൊണ്ടുവിട്ടാൽ കുട്ടി അത് എൻജോയ് ചെയ്യും. അപ്പോൾ കുട്ടിയെ പല കളികളിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കുട്ടി ഏത് ഗെയിമാണോ, ഏത് സ്പോർട്ടിങ് ആക്ടിവിറ്റിയാണോ കുട്ടി എൻജോയ് ചെയ്യുന്നത്, നീന്തലാകാം, ഓട്ടമാകാം, ക്രിക്കറ്റാകാം, ഫുട്ബോളാകാം, ജിമ്മാകാം, കുട്ടി എൻജോയ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി കണ്ടുപിടിക്കുക, അതിലൂടെ അവർക്ക് വ്യായാമം കൊണ്ടുവരിക. അപ്പോൾ കുട്ടികളെ ഒരിക്കലും നിർബന്ധിത വ്യായാമത്തിന് നമുക്ക് ഒരിക്കലും പറയാൻ പാടില്ല, അവരതൊരിക്കലും തുടരാനും പോകുന്നില്ല. അപ്പോൾ കുട്ടി എൻജോയ് ചെയ്യുന്ന ഒരു വ്യായാമം കണ്ടുപിടിക്കുക, കുട്ടി അതിലോട്ട് പ്രോത്സാഹിപ്പിക്കുക. ആൺകുട്ടി ആയാലും ശരി പെൺകുട്ടി ആയാലും ശരി. പൊതുവേ ഈ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാവരും പറയും ഞാൻ കുറച്ചേ മദ്യപിക്കാറുള്ളൂ, അപ്പോൾ കുറച്ച് മദ്യപിച്ചാൽ എനിക്കങ്ങനെ അൺഹെൽത്തി ആയിട്ടൊന്നും സംഭവിക്കില്ല എന്നൊരു മിഥ്യാധാരണ എല്ലാവർക്കും ഇല്ലേ? ഉണ്ട്. അപ്പോൾ നമ്മൾ പറയുമല്ലോ 1 1 2 ആണ്, 1+1+1 3 ആണ്. പക്ഷേ നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ എപ്പോഴും 1+1 2 അല്ല. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന അമിതവണ്ണം, പാരമ്പര്യം, അതായത് നമ്മുടെ ജീൻസിൽ ഫാറ്റി ലിവർ ജീൻസ്, നമുക്ക് നല്ല ഫാറ്റി ലിവർ ഉണ്ടാകുന്ന ജീൻസ് നമുക്ക് അച്ഛനമ്മമാരിൽ നിന്ന് കിട്ടിയിരിക്കുന്നു. നമുക്ക് അമിതവണ്ണമുണ്ട്, ചെറിയ അളവിലുള്ള മദ്യമുണ്ട്. അപ്പോൾ ഈ 3 അടി ലിവറിന് കിട്ടുമ്പോൾ മദ്യം, വണ്ണം, പാരമ്പര്യം, പിന്നെ ഇത് 3 അടി കിട്ടുമ്പോൾ 1+1+1 3 അല്ല, പലപ്പോഴും 6ഓ 9ഓ ആയിട്ടാണ് ലിവറിൽ അടി കൊള്ളുന്നത്. 3 അടി കിട്ടുമ്പോൾ 3 അടിയല്ല ലിവറിന് കൊള്ളുന്നത്, 6ഓ 9ഓ അടി ലിവറിന് കൊള്ളാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 3 ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ ഒരു വളരെ വലിയ കാര്യമായി ലിവറിന് ഒത്തിരി കേടുകൾ സംഭവിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ പാരമ്പര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഏറ്റവും കൂടുതൽ ഞങ്ങൾ കാണുന്നത് ഇപ്പോൾ നമ്മൾ ഈ അച്ഛനും അമ്മയ്ക്കും ഡയബറ്റീസ് ഉള്ളവരിലൊക്കെ നമ്മൾ സ്ക്രീൻ ചെയ്യുമ്പോൾ
നമ്മൾ പ്രതീക്ഷിക്കാത്ത വളരെ വളരെ മെലിഞ്ഞിരിക്കുന്ന കുട്ടികളിൽ പോലും നമ്മൾ ഫാറ്റി ലിവറും ബ്ലഡ് വേരിയേഷൻസും ഒക്കെ നമ്മൾ കാണുന്നു. അപ്പോൾ ഈ സാഹചര്യം നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ ചെറിയ വയസ്സിലെ വ്യായാമം തുടങ്ങും. ശ്രദ്ധിക്കുക. ആ കുട്ടികളെ ഈ മദ്യപാനത്തിൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കും. കാരണം മറ്റു കുട്ടികൾ നിൻ്റെ ഫ്രണ്ട്സ് മദ്യപിക്കുമ്പോൾ അവർ കരളിൻ്റെ കേടല്ല നിനക്കുണ്ടാകാൻ പോകുന്നത്, നിൻ്റെ ജീൻസ് വ്യത്യസ്തമാണ്. അത് പറഞ്ഞ് മനസ്സിലാക്കിയാൽ കുട്ടികൾക്ക് മനസ്സിലാവും. ഇന്നത്തെ കുട്ടികൾക്ക് നല്ല അറിവുള്ള കുട്ടികളാണ്. അപ്പോൾ അവർ തന്നെ ഇതൊക്കെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്ന കുട്ടികളുമാണ്. അപ്പോൾ അത് പറഞ്ഞ് വളരെ ചെറിയ വയസ്സിൽ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം. ഈ സുഹൃത്തുക്കളുടെ ഇൻഫ്ലുവൻസ് വരുന്നതിന് മുമ്പേ അച്ഛനമ്മമാരത് പറഞ്ഞ് മനസ്സിലാക്കിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. ഈ ഫാറ്റി ലിവർ റിലേറ്റഡ് സിറോസിസ് കണ്ടുപിടിക്കാൻ എന്തൊക്കെ പരിശോധനകളാണ് നമ്മൾ ചെയ്യുന്നത്? നമ്മൾ സിറോസിസ് വരാതിരുന്നാൽ അത്രയും നല്ലത്. കാരണം സിറോസിസ് എന്ന രോഗാവസ്ഥയ്ക്ക് ഒരിക്കലും തിരിച്ചു വരവില്ല. സിറോസിസ് എ ബേൺഡ് ഔട്ട് ഡിസീസ്, അതായത് ഫാറ്റി ലിവർ എന്ന അവസ്ഥയിൽ വർഷങ്ങളോളം കടന്നു പോവുകയും ഫാറ്റി ലിവറിന് ശേഷം പിന്നീട് സ്റ്റീറ്റോ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയും. കാരണം കൊഴുപ്പിനോടൊപ്പം കരളിൽ വീക്കം, കരളിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നു, സ്റ്റീറ്റോ ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാകുന്നു. അതിനുശേഷമാണ് സിറോസിസിലേക്ക് പോകുന്നത്. അപ്പോൾ സിറോസിസ് എന്ന രോഗം വന്നു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരവില്ല. അതൊരു പെർമനൻറ്റ് ഡിസീസാണ്. സിറോസിസ് ആദ്യത്തെ 5 മുതൽ 10 കൊല്ലം വരെയൊക്കെ കുഴപ്പമില്ലാതെ പോകും. ഒരു 10 കൊല്ലമൊക്കെ കഴിയുമ്പോൾ സിറോസിസ് പിന്നീട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കി തുടങ്ങും. അപ്പോൾ ആ കോംപ്ലിക്കേഷൻസ് വരുന്നതെന്ന് വെച്ചാൽ രക്തം ഛർദ്ദിക്കൽ, വയറ്റിൽ വെള്ളം കെട്ടൽ, പേഷ്യൻ്റ് അബോധാവസ്ഥയിൽ പോകൽ, ഇതൊക്കെയാണ് സിറോസിസിൻ്റെ കോംപ്ലിക്കേഷൻസ്. അപ്പോൾ സിറോസിസ് എന്നുള്ള രോഗാവസ്ഥ പലപ്പോഴും കണ്ടുപിടിക്കുന്നത് രക്തം ഛർദ്ദിക്കുമ്പോഴൊക്കെയാണ്. അല്ലെങ്കിൽ കാലിൽ നീര് വരിക, വയറ്റിൽ വെള്ളം കെട്ടുക, ഇതെല്ലാമാണ് സിറോസിസിൻ്റെ പ്രാരംഭ ലക്ഷണങ്ങൾ. അപ്പോൾ കാലിൻ്റെ നീരിന് നോക്കുമ്പോഴാണ് പലപ്പോഴും സിറോസിസ് കണ്ടുപിടിക്കുന്നത്. അത് നമുക്ക് ലിവറിൻ്റെ ഫങ്ഷൻ ടെസ്റ്റുകൾ, ലിവർ ഫങ്ഷൻ ടെസ്റ്റുകൾ, ലിവറിൻ്റെ സ്കാൻ, അൾട്രാസൗണ്ട്, ഏറ്റവും പ്രധാനം അൾട്രാസൗണ്ടാണ്. അപ്പോൾ അൾട്രാസൗണ്ട് സ്കാൻ നോക്കുക, ലിവർ ഫങ്ഷൻ ടെസ്റ്റുകൾ ചെയ്യുക, ഇതെല്ലാം ചെയ്യുമ്പോഴാണ് സിറോസിസ് എന്നുള്ള രോഗാവസ്ഥ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇതിലൊരു ചെറിയ കാര്യം കൂടെ പറയാനുണ്ട്. നമ്മൾ ഈ അൾട്രാസൗണ്ട് എന്ന് പറയുന്ന ഒരു പരിശോധന വളരെ ഉപകാരപ്രദമാണ് സിറോസിസ് അല്ലെങ്കിൽ ഫാറ്റി ലിവർ കണ്ടുപിടിക്കാനായിട്ട്. പക്ഷേ അൾട്രാസൗണ്ടിന് ഓപ്പറേറ്റർ ഡിപ്പെൻഡൻ്റ് എന്ന് പറയും. ചെയ്യുന്ന ആളിനെ അനുസരിച്ചിരിക്കും സ്കാനിൻ്റെ ഗുണനിലവാരം. അപ്പോൾ നല്ല പ്രായമാണോ ഉദ്ദേശിച്ചത്? അല്ല, ഒരിക്കലുമല്ല. നമുക്കിപ്പോൾ ഒരു ബ്ലഡ് ടെസ്റ്റ് ഒരു മെഷീനിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കമ്പ്യൂട്ടർ ആ മെഷീൻ ഓക്കെ ആണെങ്കിൽ റിപ്പോർട്ട് കറക്റ്റായിട്ട് കിട്ടും. അൾട്രാസൗണ്ട് ചെയ്യുന്ന വ്യക്തിയുടെ വിവരവും കഴിവും അനുസരിച്ച് വളരെയധികം അതിൽ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഈ ഗ്രേഡ് ഓഫ് ഫാറ്റി ലിവർ നിർണ്ണയിക്കുന്നത് സ്ഥിരം ലിവർ രോഗങ്ങൾ കണ്ട് പരിചിതമായ ഒരു റേഡിയോളജിസ്റ്റിനെ തന്നെ സമീപിക്കേണ്ടതും ആവശ്യമാണ്. ബിക്കോസ് ഒത്തിരി എക്സ്പീരിയൻസ് ഉള്ള റേഡിയോളജിസ്റ്റിന് മാത്രമേ ഫാറ്റി ലിവർ പ്രോഗ്രസ് ചെയ്യുന്നത് തുടക്കത്തിലേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. വളരെ ചെറിയ ചെറിയ സൂചനകൾ നമുക്ക് അൾട്രാസൗണ്ടിൽ കിട്ടും. ഈ ഫാറ്റി ലിവർ പ്രോഗ്രസ് ചെയ്യും. എല്ലാ ഫാറ്റി ലിവറും പ്രോഗ്രസ് ചെയ്യത്തില്ല. ഫാറ്റി ലിവർ ഉള്ളവരിൽ എല്ലാവർക്കും സിറോസിസ് വരികയില്ല. ആരുടെ ഫാറ്റി ലിവർ പ്രോഗ്രസ് ചെയ്യും എന്നുള്ളത് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ലിവർ റിലേറ്റഡ് എക്സ്പീരിയൻസ് ഉള്ള ഒരു റേഡിയോളജിസ്റ്റ് ചെയ്യുന്ന സ്കാനിങ്ങിലൂടെ നമുക്ക് വളരെ വേഗം കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ ഒരു ഓപ്പറേറ്റർ ഡിപ്പെൻഡൻ്റ്, അതായത് എക്സ്പീരിയൻസ് ഉള്ള ആളിന് കൂടുതൽ കണ്ടുപിടിക്കാൻ പറ്റുന്നു എന്ന പ്രശ്നം വന്നതിന് കൊണ്ടാണ് ഫൈബ്രോ സ്കാൻ എന്നുള്ള ഒരു പരിശോധനാ രീതി നിലവിൽ വന്നത്. ബിക്കോസ് ഒരു വളരെയധികം ഇതിനെക്കുറിച്ച് ലിവറിൻ്റെ പ്രശ്നങ്ങൾ കണ്ട് പരിചിതമല്ലാത്തൊരു ഒരു ഡോക്ടർ സ്കാൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഫാറ്റി ലിവറിൻ്റെ എല്ലാ സങ്കീർണതകളും കണ്ടുപിടിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അങ്ങനെ ഒരു ഹ്യൂമൻ എലിമെൻ്റ് അതിനകത്ത് വരുന്നുണ്ട്. ഒരു ഹ്യൂമൻ എറർ പ്രോൺ ആയിട്ടുള്ള ഒരു ടെസ്റ്റ് ആയതുകൊണ്ട് ഇപ്പോൾ നമ്മൾ കൂടുതൽ റിലൈ ചെയ്യുന്നത് ഫൈബ്രോ സ്കാൻ എന്ന പരിശോധനയാണ്. ഫൈബ്രോ സ്കാനിൽ നമ്മുടെ കൊഴുപ്പിൻ്റെയും കൊഴുപ്പ് മൂലം ലിവറിലുണ്ടാകുന്ന കേട് അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റിഫ്നെസ്, അതിൻ്റെ മെഷർമെൻറ്റാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഫൈബ്രോ സ്കാനിൽ കുറച്ചും കൂടെ ഈ ഓപ്പറേറ്റർ ഡിപ്പെൻഡൻസി വരുന്നില്ല. നമുക്ക് കുറച്ചും കൂടെ റിലയബിളായിട്ട് മെഷേഴ്സ് എടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഫാറ്റി ലിവറിന് അൾട്രാസൗണ്ട് സ്കാനിനേക്കാൾ ഒരു പടി മുന്നേ ഫൈബ്രോ സ്കാനിൻ്റെ ഉപയോഗം കൂടി വരിക. ഈ പറഞ്ഞ ടെസ്റ്റുകളെല്ലാം പ്രായ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ചെയ്യുന്നത് തന്നെയാണ്? പ്രായ വ്യത്യാസമില്ലാതെ ചെയ്യാം. എന്നാൽ ഫൈബ്രോ സ്കാനിൻ്റെ എല്ലാ എക്സ്പീരിയൻസും നമുക്ക് കൂടുതൽ അഡൾട്ട്സിലാണ്, 15 വയസ്സിനെങ്കിലും മേലെയുള്ളവരിലാണ്. കുട്ടികളിൽ ഈ അൾട്രാസൗണ്ട് തന്നെയാണ് കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത്. കുട്ടികളിൽ അൾട്രാസൗണ്ട് മതി. കാരണം ഈ ഫൈബ്രോ സ്കാൻ വരുന്നത് നമ്മൾ ഈ സിറോസിസിനോട് അടുക്കുന്നുണ്ടോ, സ്റ്റിഫ്നെസ് കൂടുന്നുണ്ടോ, ഇതൊന്നും കുട്ടികൾക്ക് അത്ര ബാധകമല്ല. കുട്ടികൾ കുറേ വയസ്സാകുമ്പോഴാണ്, പ്രായപൂർത്തി എത്തിയതിന് ശേഷമാണ് ഈ സ്റ്റിഫ്നെസ്സും കോംപ്ലിക്കേഷൻസും ഒക്കെ വരുന്നത്. അപ്പോൾ പ്രായപൂർത്തിയായവരിൽ ഫൈബ്രോ സ്കാൻ വളരെയധികം ഗുണകരമാണ്. കുട്ടികൾക്ക് സാധാരണ അൾട്രാസൗണ്ട് സ്കാൻ ധാരാളം മതിയാകും. ഡോക്ടർ പറഞ്ഞതിന് നമ്മൾ മനസ്സിലായത് കുട്ടികളിലും ഫാറ്റി ലിവർ ഇഷ്യൂസ് വരാൻ സാധ്യതയുണ്ടെന്നാണ്. അപ്പോൾ ഇങ്ങനെ സാധ്യത ഉണ്ടെങ്കിൽ നമ്മൾ ഏത് പ്രായം മുതൽ ഇവർക്ക് ടെസ്റ്റുകളും പരിശോധനകളൊക്കെ ചെയ്തു തുടങ്ങണമെന്ന് കൂടി ഒന്ന് പറയാം. കേരളത്തിൽ ഫാറ്റി ലിവർ വളരെയധികം കൂടി വരികയാണ്. അപ്പോൾ നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ റിട്ടയർഡ് പ്രൊഫസറായിരുന്ന പ്രൊഫസർ KT ഷെനോയ് സാർ തിരുവനന്തപുരത്തൊരു പഠനം നടത്തി. അത് നമ്മുടെ വെഞ്ഞാറമൂട് ഗോകുലം മെഡിക്കൽ കോളേജുമായി അനുബന്ധിച്ച് നടത്തിയ പഠനമാണ്. അപ്പോൾ വെഞ്ഞാറമൂടുള്ള ഒരു 2000 വ്യക്തികളിൽ
അദ്ദേഹം വീട്ടിൽ ചെന്ന് ഒരു 18 വയസ്സിന് മുകളിലുള്ള എല്ലാവരെയും സമ്മതം കൊടുത്ത എല്ലാവരെയും ഒരു അൾട്രാസൗണ്ട് സ്കാനിങ്ങിന് അവിടെ അവരുടെ വീടിനടുത്ത് തന്നെ സ്കാനിങ് മെഷീൻ കൊണ്ടുവച്ച് സാറ് സ്കാൻ ചെയ്തു. അപ്പോൾ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ വളരെയധികം ഷോക്കിംഗ് റിസൾട്ട്സാണ്. ബ്രിട്ടീഷ് മെഡിക്കൽ ജേർണലിൽ പബ്ലിഷ് ചെയ്ത ഒരു പഠനമാണിത്. കാരണം അത്രയ്ക്ക് ഷോക്കിംഗ് റിസൾട്ട്സാണ് വന്നത്. ആ വെഞ്ഞാറമൂട്, തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂട് ഏരിയയിൽ നമ്മൾ 100 പേരെ എടുത്തപ്പോൾ 42 പേരിൽ അൾട്രാസൗണ്ട് സ്കാൻ എടുത്തപ്പോൾ ഫാറ്റി ലിവറുണ്ട്. അതായത് യാതൊരു മൊത്തം പോപ്പുലേഷനാണ് എടുത്തപ്പോൾ അസുഖമുള്ളവരും ഷുഗറുള്ളവരും കൊളസ്ട്രോൾ ഉള്ളവരും പ്രശ്നം എല്ലാവരും ഉണ്ട്. ഒരസുഖവും ഇല്ലാത്ത കംപ്ലീറ്റ്ലി ഹെൽത്തിയായി നടക്കുന്ന ആൾക്കാരും എല്ലാം കൂടെ എടുത്ത് നോക്കിയപ്പോൾ തിരുവനന്തപുരത്ത് 42% പേരിൽ ഫാറ്റി ലിവറുണ്ട്. അപ്പോൾ ഈ പഠനത്തിൻ്റെ റിസൾട്ട്സ് വളരെ ഷോക്കിംഗ് ആണ്. അപ്പോൾ കേരളം ലോകത്തിൻ്റെ ഡയബറ്റീസ് ക്യാപിറ്റൽ, ഇന്ത്യയുടെ ഡയബറ്റീസ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് പോലെ കേരളം ശരിക്കും ഫാറ്റി ലിവർ ക്യാപിറ്റലാണ് എന്ന് നമ്മൾ ഈ പഠനത്തിലാണ് മനസ്സിലാക്കിയത്. അത് ബ്രിട്ടീഷ് മെഡിക്കൽ ജേർണലിൽ വരെ ഇങ്ങനെ ഒരു പഠനം വരണമെങ്കിൽ മറ്റ് രാജ്യങ്ങളെക്കാൾ വളരെ കൂടുതൽ കേരളത്തിൽ ഇത് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ ഇത് ശരിക്കും ഒരു പൊതുജനാരോഗ്യത്തെ വളരെയധികം ബാധിക്കുന്നൊരു പ്രശ്നമാണ്. നമ്മുടെ ആരോഗ്യവകുപ്പും ഇതിനെ വളരെ സീരിയസ് ആയി കണ്ടു തുടങ്ങി. സ്ക്രീനിങ് നമുക്ക് കൊണ്ടുവരണം എന്നൊരു തീർച്ചയായും ഒരു ബോധവൽക്കരണം വരുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഇന്ത്യയുടെയും അല്ലെങ്കിൽ കേരളത്തിൻ്റെയും പോപ്പുലേഷൻ വെച്ച് നോക്കുമ്പോൾ നമുക്ക് എല്ലാവരെയും സ്ക്രീൻ ചെയ്യുക എന്നുള്ളത് സാധ്യമായ കാര്യമല്ല. നമുക്ക് അതിനുള്ള റിസോഴ്സ് ഇല്ല. ഇപ്പോൾ ഒരു അൾട്രാസൗണ്ട് ഒരു വ്യക്തിക്ക് ചെയ്യണമെങ്കിൽ കുറഞ്ഞത് നമ്മളിപ്പോൾ അതിന് ചിലവേറിയ ഒരു പ്രക്രിയയാണ്. ഒരു ബ്ലഡ് ടെസ്റ്റ് നമുക്ക് ചുമ്മാ ചെന്ന് നാട്ടിലുള്ള എല്ലാവരെയും പിടിച്ച് നമുക്കൊരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ഡയബറ്റീസിന് പോലും ഒരു ബ്ലഡ് ഷുഗർ പോലും നമുക്ക് പോയി എല്ലാ പോപ്പുലേഷനെയും സ്ക്രീനിങ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ജനസംഖ്യ വെച്ച് നോക്കുമ്പോൾ ഒരു ഹെൽത്ത് സിസ്റ്റത്തിനും പറ്റുന്ന കാര്യമല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് അറ്റ് റിസ്ക് ആയിട്ടുള്ള ആൾക്കാരെ ഐഡൻറ്റിഫൈ ചെയ്ത് അവരെ സ്ക്രീൻ ചെയ്യുക, അതേ നമുക്ക് പറ്റുള്ളൂ. എല്ലാവരോടും ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്താൻ നമ്മൾ ബോധവൽക്കരണം കൊടുക്കുക. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്ന ബോധവൽക്കരണം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ പോലും, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു വെഞ്ഞാറമൂട് 100 പേരെ എടുത്താൽ 42 പേർക്ക് ഫാറ്റി ലിവർ ഉണ്ട്. പക്ഷേ എല്ലാവർക്കും ചികിത്സ ആവശ്യമില്ല. എല്ലാവർക്കും ജീവിതശൈലി മാറ്റം ആവശ്യമാണ്. ഇപ്പോൾ ഫാറ്റി ലിവർ ഇല്ലാത്ത മറ്റേ എത്രയാണ് 52% പേർക്കും അവർക്കും ഫാറ്റി ലിവർ നാളെ വന്നുകൂടുന്നില്ല, ഇന്നില്ല എന്നേ പറയുന്നുള്ളൂ, നാളെ വന്നുകൂടുന്നില്ല. അപ്പോൾ ജീവിതശൈലിയിലെ മാറ്റങ്ങൾ വരുത്താൻ നമ്മൾ പൊതുവായ സമൂഹത്തെ ബോധവൽക്കരിക്കേണ്ട ആവശ്യം വളരെയധികമുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഗ്യാസ്ട്രോൻട്രോളജി കേരള ഘടകവും ഇതിനുവേണ്ടി ഒത്തിരി ബോധവൽക്കരണ ക്ലാസ്സുകളും നടത്താനായിട്ട് ഒത്തിരി പദ്ധതികളും നമ്മൾ നടത്തുന്നുണ്ട്. അപ്പോൾ ബോധവൽക്കരണം മാത്രമേ നമുക്ക് പൂർണ്ണ എൻ്റയർ പോപ്പുലേഷൻ ബേസ്ഡ് ആയിട്ട് എല്ലാവർക്കും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ബോധവൽക്കരണമാണ്. കാരണം ഫാറ്റി ലിവർ ഉണ്ട് എന്ന് സ്കാൻ ചെയ്ത് കണ്ടുപിടിച്ചാലും നമ്മൾ എന്താ പറയുന്നത്? ആരോഗ്യപരമായ ഭക്ഷണം, നല്ല വ്യായാമം, എക്സസൈസാണ്. അപ്പോൾ ഇത് ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഫാറ്റി ലിവറിനെ ചികിത്സിക്കാം. ഇത് ചികിത്സയായി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ സ്ക്രീൻ ചെയ്തില്ലെങ്കിൽ പോലും ബോധവൽക്കരണം കൊടുക്കുക, ആളുകളുടെ ജീവിതശൈലികളിൽ മാറ്റം വരുത്തുക. പിന്നെ ആര് സ്ക്രീൻ ചെയ്യണം എന്നുള്ളത് തീർച്ചയായിട്ടും അവനവന് തന്നെ മനസ്സിലാവുന്ന കാര്യമാണ്. നമുക്ക് അമിത മദ്യപാനമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വർഷത്തിലൊരിക്കലെങ്കിലും ഒരു ലിവർ ഫംഗ്ഷനും അൾട്രാസൗണ്ട് സ്കാനും എടുത്തു നോക്കേണ്ടതാണ്. മദ്യപാനം നിർത്തുക എന്നുള്ളതാണ് പ്രധാനം. പക്ഷേ അത് നമ്മൾ ചെയ്തു നോക്കേണ്ട ആവശ്യമാണ്. അമിത വണ്ണമുള്ളവർ തീർച്ചയായിട്ടും വർഷത്തിലൊരിക്കൽ, ഒരു പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ വർഷത്തിലൊരിക്കൽ തന്നെ ഒന്ന് സ്ക്രീൻ ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. അമിതവണ്ണമുള്ളവർ ചെക്ക് ചെയ്ത് ഫാറ്റി ലിവർ ഉണ്ടോ എന്ന് നോക്കി ചികിത്സിക്കുന്നതിനേക്കാൾ എളുപ്പം ഈ അമിതവണ്ണം കുറയ്ക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, സ്ഥിരമായി പുറത്തു നിന്നാണ് ഭക്ഷണം, നമുക്കറിയാം നമ്മുടെ ആഹാരത്തിൽ ഫാസ്റ്റ് ഫുഡും ജങ്ക് ഫുഡും കൂടുതലാണെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ തീർച്ചയായിട്ടും ഒരു വർഷത്തിലൊരിക്കലും നമ്മൾ ജനറലി പറയുമെങ്കിലും നമ്മുടെ ഒരു വർഷത്തിലൊരിക്കലോ 2 വർഷത്തിലൊരിക്കലോ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. കുട്ടികളിൽ ഒരിക്കലും നമുക്ക് എല്ലാ കുട്ടികളെയും ടെസ്റ്റ് ചെയ്യണമെന്ന് നമ്മൾക്ക് പറയാൻ സാധിക്കുകയില്ല. കാരണം കുട്ടികളിൽ ഇപ്പോൾ നമ്മൾ ചെറിയ വയസ്സിൽ നോക്കിയാൽ പോലും വണ്ണമുള്ള പല കുട്ടികളിലും 13-14 വയസ്സ് ചിലപ്പോൾ ഫാറ്റി ലിവർ കാണില്ല. പക്ഷേ ഈ കുട്ടി കുറച്ച് വലുതായി ഇതേ വണ്ണം തുടർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കുട്ടിക്ക് പിന്നീട് ഫാറ്റി ലിവർ സാധ്യത കൂടുതൽ. അതുകൊണ്ട് കുട്ടിക്ക് 13 വയസ്സിൽ നോക്കി സ്കാനിങ്ങിൽ ഫാറ്റി ലിവർ ഇല്ലെന്ന് പറഞ്ഞ് നമുക്കിനി ഒരിക്കലും ഫാറ്റി ലിവർ വരില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ കുട്ടികൾക്ക് നമ്മൾ സ്ക്രീനിങ് റെക്കമെൻഡ് ചെയ്യുന്നത് ഈ ഫാമിലി ഹിസ്റ്ററി ഉള്ള അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് ഡയബറ്റീസ് ഉള്ള കുട്ടികൾ, അങ്ങനെ മറ്റ് അസുഖങ്ങളുള്ള കുട്ടികളിലും അല്ലെങ്കിൽ കുടുംബത്തിൽ അത്രയധികം ഫാറ്റി ലിവറിൻ്റെ ഫാമിലി ഹിസ്റ്ററിയും, സിറോസിസ് കുടുംബത്തിൽ അച്ഛനമ്മമാർക്ക് സിറോസിസ് വരുന്നു, ഒത്തിരി പേർക്ക് ഇപ്പോൾ 40 വയസ്സാകുമ്പോൾ സിറോസിസ് വരുന്നു. അപ്പോൾ അവരുടെ മക്കളെയൊക്കെ നമ്മൾ സ്ക്രീൻ ചെയ്ത് പറ്റും. അപ്പോൾ ജനറലി സ്കൂളിൽ ചെന്ന് എല്ലാ കുട്ടികളെ സ്ക്രീൻ ചെയ്യാൻ ഞങ്ങൾ ഒരിക്കലും പറയുകയില്ല. പക്ഷേ അറ്റ് റിസ്ക് ആയിട്ടുള്ള പാരമ്പര്യം, ടെൻഡൻസിയും അല്ലെങ്കിൽ കുട്ടിക്കാലം തൊട്ട് ഡയബറ്റീസ് ഉള്ള കുട്ടികളെ തീർച്ചയായിട്ടും നമ്മൾ സ്ക്രീൻ ചെയ്യണം. അഡൾട്ട്സിൽ നമ്മൾ ബോധവൽക്കരണം കൊടുക്കുക, കുട്ടികൾക്കും ബോധവൽക്കരണം കൊടുക്കുക. സ്കൂൾ ഹെൽത്ത് നമ്മളിത് ടീച്ചേഴ്സിനെ കൊണ്ട് നമ്മൾ തന്നെ പറയിപ്പിച്ച് കുട്ടികളെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുക.
അറ്റ് റിസ്ക് ആയിട്ടുള്ള അഡൽട്സ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫാറ്റി ലിവർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് നിങ്ങളുടെ മനസ്സ് പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരിശോധിക്കണമെങ്കിൽ പരിശോധിക്കും. പിന്നെ ഒരു തമാശ രൂപേണ പറയുകയാണ്, ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭനായ ഹെപ്പറ്റോളജിസ്റ്റായ പ്രൊഫസർ സെറീനുണ്ട്. വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഹെപ്പറ്റോളജിസ്റ്റാണ്, ലിവറിൻ്റെ ഇന്ത്യയിലെ ഏറ്റവും വലിയ എക്സ്പേർട്ടാണ്. അപ്പോൾ അദ്ദേഹം ഇന്നാളൊരു അഭിമുഖത്തിൽ പറയുന്നത്, കല്യാണം കഴിക്കാനായിട്ട് പയ്യൻ്റെ ജാതകമല്ല നോക്കേണ്ടത്, പയ്യൻ്റെയോ പെൺകുട്ടിയുടെ ജാതകം നോക്കുന്നതിന് പകരം 100 രൂപ കൊടുത്താൽ SGOT SGPT എന്ന് പറയുന്ന ഫാറ്റി ലിവറിൻ്റെ ടെസ്റ്റ് കിട്ടും. അപ്പോൾ കല്യാണ സമയത്ത് ഇവൻ്റെ SGOT SGPT പെണ്ണിൻ്റെയോ പയ്യൻ്റെയോ കൂടുതലാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഭാവിയിൽ ഫാറ്റി ലിവർ പ്രശ്നങ്ങളിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഒരു തമാശ രൂപേണ പറയുന്നതാണ്. പക്ഷേ അല്ല, ഇവർ കല്യാണം കഴിഞ്ഞും ഫാറ്റി ലിവറിൻ്റെ അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ സാറ് പറയുന്നത്, ജാതകം നോക്കുന്നതിനേക്കാളും ഭേദം പെണ്ണിൻ്റെയും ചെറുക്കൻ്റെയും SGPT നോക്കി ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ അവരവരുടെ ജീവിതശൈലി മാറ്റുക, അല്ലെങ്കിൽ മറ്റൊരു കല്യാണം നോക്കുക എന്ന് തമാശ രൂപേണ പറയാറുണ്ട്. സോ സ്ക്രീനിങ് ആർക്ക് എന്ന് നമുക്കൊരു ഗൈഡ് ലൈൻ പറയാൻ പറ്റില്ല. ഇന്ത്യയിൽ അത്രയ്ക്ക് വ്യാപകമാണ്. അതുകൊണ്ട് നമുക്ക് മൊത്തം ജനസംഖ്യയെ സ്ക്രീൻ ചെയ്യാൻ പറ്റില്ല. മൊത്തം ജനസംഖ്യയ്ക്കും ഈ ഒരു അവബോധം കൊടുക്കേണ്ടത് ആവശ്യമാണ്. പരിശോധനയിൽ നമുക്കിപ്പം ഫാറ്റി ലിവർ ആണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂച്ചറിലേക്ക് വേണ്ടി എക്സർസൈസും ജീവിതശൈലിയിലും ഉള്ള മാറ്റം മാത്രം മതിയോ എന്നുള്ളതാണ്. അതാണ് ഏറ്റവും പ്രധാനമെങ്കിലും അത് മാത്രം പോരാ. ഫാറ്റി ലിവർ പ്രത്യേകിച്ച് നമുക്ക് ഈ വളരെയധികം പെട്ടെന്ന് പ്രോഗ്രസ് ചെയ്യുന്ന ഫാറ്റി ലിവർ, പിന്നെ മെലിഞ്ഞവർക്കും ഫാറ്റി ലിവർ വരാം. വണ്ണമുള്ളവർക്ക് മാത്രമല്ല ഫാറ്റി ലിവർ, നല്ല മെലിഞ്ഞിരിക്കുന്നവർക്കും ഫാറ്റി ലിവറും കൊളസ്ട്രോൾ, ഹൃദ്രോഗം നിങ്ങൾ കണ്ടു കാണും. വളരെയധികം മെലിഞ്ഞാണ് ഇരിക്കുന്നത്, വളരെയധികം ആഹാരം ശ്രദ്ധിക്കുന്ന ആളാണ്, പക്ഷേ ഹൃദ്രോഗം വന്നു, അല്ലെങ്കിൽ കൊളസ്ട്രോൾ വന്നു, ഡയബറ്റീസ് വന്നു, ഇതെല്ലാം വരാറുണ്ട്. സോ അതുകൊണ്ട് വണ്ണം എന്ന് പറയുന്നത് മാത്രമല്ല എന്ന് ഞാൻ പിന്നെയും പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഫാറ്റി ലിവർ ഡിസീസ് ഉള്ള ഒരാളിൽ, പ്രത്യേകിച്ച് അത് കുറച്ച് തീവ്രമായ ഫാറ്റി ലിവർ ഉള്ള ആളിൽ നമുക്ക് കുറച്ച് പരിശോധനകൾ ചെയ്യാനുണ്ട്. ഫാറ്റി ലിവർ വരാൻ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ, പാരമ്പര്യമായി ഫാറ്റി ലിവർ വരുമെങ്കിലും പാരമ്പര്യമായ ചില കരൾ രോഗങ്ങളുണ്ട്. ഉദാഹരണത്തിന് വിൽസൺസ് ഡിസീസ്, ഹീമോക്രോമറ്റോസിസ്, അങ്ങനെ ചില പാരമ്പര്യ കരൾ രോഗങ്ങളിൽ ഫാറ്റി ലിവറാണ് ലക്ഷണം. ഫാറ്റി ലിവറിനുള്ളവരിൽ പെട്ടെന്ന് പ്രോഗ്രസ് ചെയ്യുന്ന ഫാറ്റി ലിവറിൽ മറ്റ് കരൾ രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി, അത് മഞ്ഞപ്പിത്തങ്ങളാണ്. ചെറിയ വയസ്സിൽ നമുക്ക് രക്തത്തിൽ ഹെപ്പറ്റൈറ്റിസ് ബിയോ സിയോ അണുബാധ ഉണ്ടായാൽ ഒരു പ്രായം കഴിയുമ്പോൾ, കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ കരളിന് കേട് വന്നു തുടങ്ങുമ്പോൾ ഇത് തന്നെ ഫാറ്റി ലിവറായിട്ട് നമുക്ക് വരാം. സോ ഫാറ്റി ലിവർ ഉണ്ട് എന്ന് കണ്ടുപിടിക്കുമ്പോൾ തന്നെ ആദ്യം നമ്മൾ ചില പരിശോധനകൾ, പിന്നെ ചില രക്തവാദം എന്ന് മലയാളത്തിൽ പറയും, ഓട്ടോഇമ്യൂൺ ഡിസീസ് ഉള്ളവരിൽ ഫാറ്റി ലിവർ ഉണ്ടാകുന്നു. കാരണം നമ്മുടെ രക്തത്തിൽ ലിവറിനെതിരെയുള്ള ചില ആൻറ്റിബോഡികൾ ഉണ്ടാവുകയും ആ ആൻറ്റിബോഡി, രക്തത്തിലുള്ള ചില കേടുകൾ നമ്മുടെ ലിവറിനെ തന്നെ അറ്റാക്ക് ചെയ്യും. വീട്ടിലെ പട്ടി വീട്ടുകാരനെ കടിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ രക്തത്തിലുള്ള ചില ഘടകങ്ങൾ നമ്മുടെ ലിവറിനെ അറ്റാക്ക് ചെയ്യുന്നു. അപ്പോൾ ഇത്തരം പല കരൾ രോഗങ്ങളും, ഒരു 8-10 കരൾ രോഗങ്ങളുണ്ട് നമ്മളെപ്പോഴും ഫാറ്റി ലിവർ സ്ക്രീൻ ചെയ്യാറുണ്ട്. ഈ കരൾ രോഗങ്ങളും ഫാറ്റി ലിവറായി തന്നെയാണ് സ്കാനിങ്ങിലും ബ്ലഡ് ടെസ്റ്റിലും വരുന്നത്. പക്ഷേ അത് പെട്ടെന്ന് പ്രോഗ്രസ് ചെയ്യും. അതായത് പേഷ്യൻ്റ് ഡയറ്റും എക്സസൈസും ഒക്കെ നോക്കിയാലും പ്രോഗ്രസ് ചെയ്യുന്ന ഫാറ്റി ലിവർ വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും മറ്റ് കാരണങ്ങളുണ്ടോ എന്നും പരിശോധിക്കാറുണ്ട്. അങ്ങനെ മറ്റ് കാരണങ്ങളുണ്ടെങ്കിൽ അതിനെ നമുക്ക് ചികിത്സിച്ച് മാറ്റണം. അത് എല്ലാവരിലുമല്ല, ചില വ്യക്തികളിലും നമുക്ക് നോക്കണം. പിന്നെ ഫാറ്റി ലിവറിന് മരുന്നുകളുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാശ്ചാത്യ രാജ്യങ്ങളിൽ വളരെയധികം കൂടുതലാണ് ഈ ഫാറ്റി ലിവർ. അപ്പോൾ അവർ ഒത്തിരി റിസർച്ച്, നമ്മുടെ നാട്ടിൽ റിസർച്ച് നടക്കുന്നുണ്ട്. ഇന്ത്യയിൽ റിസർച്ചിലൂടെ, ഇന്ത്യൻ രോഗികൾ റിസർച്ചിലൂടെ വളരെ ഫലവത്തായ മരുന്നുകൾ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം കൂടി ഈയിടെ ഉണ്ടായിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിൽ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള മരുന്നുകളെക്കാൾ നമുക്കിന്ന് ഒത്തിരി റിസൾട്ട് തരുന്ന ഇന്ത്യയിൽ തന്നെ വികസിപ്പിച്ചെടുത്ത ഒരു മരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മരുന്നുകൾ തീർച്ചയായിട്ടും ഫാറ്റി ലിവറിന് വന്നുകൊണ്ടേയിരിക്കുകയാണ്. റിസർച്ച് ഒത്തിരി നടക്കുന്നുണ്ട്, പുതിയ പല മരുന്നുകളും വരുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിൽ ഇപ്പോൾ വളരെയധികം വില കൂടിയ കുറേ മരുന്നുകൾ വരുന്നുണ്ടെങ്കിലും ഇന്ത്യയിൽ തന്നെ വികസിപ്പിച്ചെടുത്ത താരതമ്യേന ചില കുറഞ്ഞ മരുന്നുകൾ ഇപ്പം നമുക്ക് ലഭ്യമാണ്. ഏറ്റവും സിമ്പിളായ മരുന്നാണ് വിറ്റാമിൻ ഇ, ഒമേഗ-3 ഫാറ്റി ആസിഡ്സ്. ഇതൊക്കെ നമുക്ക് ഫുഡിൽ ഉണ്ടാവേണ്ട ഘടകങ്ങളാണ്. പക്ഷേ ഇതിൻ്റെ ഒരു ആഡഡ് സപ്ലിമെൻറ്റ്സ്, വിറ്റാമിൻ ഇ, ഒമേഗ-3 സപ്ലിമെൻറ്റ്സ്, ഇതെല്ലാം നമുക്ക് ഫാറ്റി ലിവർ ചികിത്സയ്ക്ക് ഫലപ്രദമാണ്. അപ്പോൾ ചികിത്സയ്ക്കും മരുന്നുകൾക്കും എല്ലാത്തിനും റോളുണ്ട്. പക്ഷേ പരമപ്രധാനം വ്യായാമമാണ്. ഇപ്പോൾ ഗുളിക മാത്രം വിഴുങ്ങി നമുക്ക് ഫാറ്റി ലിവറിനെ ഒരിക്കലും മാറ്റിയെടുക്കാൻ പറ്റില്ല. എത്ര നിങ്ങൾ ലക്ഷക്കണക്കിന് രൂപയുടെ ഗുളിക വാങ്ങി കഴിച്ചാലും വ്യായാമം ഇല്ലാതെ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതശൈലിയിൽ മാറ്റം വരാതെ ഫാറ്റി ലിവറിന് ഒരു വ്യത്യാസവും വരികയില്ല. കുറച്ച് വർഷം കഴിയുമ്പോൾ അത് സിറോസിസിലേക്ക് പോവുകയും ചെയ്യും. പക്ഷേ ഒരു കാര്യമുണ്ട്, ചില വ്യക്തികൾ നമ്മൾ ഈ പറഞ്ഞ പോലെ മരുന്നും വ്യായാമം എക്സസൈസും എല്ലാം ഉണ്ടെങ്കിലും ചിലർ സിറോസിസിലേക്ക് പ്രോഗ്രസ് ചെയ്യുന്നത് വളരെ മൈനോറിറ്റിയാണ്. ഒരു 100 പേർക്ക് ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ ഒരു 0.5% ആൾക്കാരിൽ ഇത് പ്രോഗ്രഷൻ ഇൻവേരിയബിളി സംഭവിക്കും. കാരണം അത് അത്രയ്ക്ക് സ്ട്രോങ് ജനറ്റിക് സിറോസിസ് റിസ്ക് ഉള്ളവരിലാണ്.
അപ്പോൾ ചില കാര്യങ്ങൾ ജനറ്റിക്സിനെ നമുക്ക് ചിലത് നമുക്ക് ഒരു തരത്തിലും മാറ്റാൻ പറ്റില്ല. ഡോക്ടർ പരിശോധനകളെക്കുറിച്ചും മരുന്നുകളെക്കുറിച്ചും ഒക്കെ പറഞ്ഞു. അപ്പോൾ പല അസുഖങ്ങളും റിവേഴ്സിബിൾ അല്ല. പക്ഷേ കരൾ രോഗം ഈ മരുന്നുകൾ കൊണ്ടൊക്കെ എത്രത്തോളം നമുക്ക് റിവേഴ്സിബിൾ ആക്കാൻ പറ്റും? കരൾ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും കൂടുതൽ റീജനറേഷൻ കപ്പാസിറ്റി ഉള്ള അവയവമാണ്. ചെറിയ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നു. അപ്പോൾ ഒരാൾ ഡൊണേറ്റ് ചെയ്യുകയാണ്. ഇപ്പം ഞാനൊരാൾക്ക് ലിവർ കൊടുത്താൽ ഒരു 6 മാസം കഴിയുമ്പോൾ തന്നെ കൊടുത്ത ആളുടെ പകുതി കരളാണ് കൊടുക്കുന്നത്. അതെ. പക്ഷേ 6 മാസം കഴിഞ്ഞ് നോക്കുമ്പോൾ ആ ബാക്കിയുള്ള കരൾ റീജനറേറ്റ് ചെയ്ത് വീണ്ടും കോശങ്ങളുണ്ടായി കരൾ കിളുത്ത് വരും. മദ്യപാനികൾ നമ്മളോട് പറഞ്ഞ് കേട്ടിട്ടുള്ളതാണ്, ഡോക്ടറെ കരൾ കിളുത്ത് വരും. തീർച്ചയായിട്ടും കരൾ കിളുത്ത് വരുന്ന ഒരു അവയവമാണ്. കരളിൽ വളരെയധികം കേടുകൾ വന്നാൽ പോലും തിരിച്ചു വരാൻ ഏറ്റവും കൂടുതൽ, ഇപ്പോൾ നമ്മുടെ ബ്രെയിനിൽ ഒരു സെല്ല് പോയാൽ ആ സെല്ലിന് തിരിച്ചു വരാൻ കഴിയില്ല. ഇപ്പോൾ ഒരു ഹാർട്ടിൻ്റെ നമ്മൾ അറ്റാക്ക് വന്ന് ഹാർട്ടിൻ്റെ ഒരു ഭാഗം പോയാൽ ആ ഭാഗം ശരിക്കും പറഞ്ഞാൽ ഒരിക്കലും തിരിച്ച് പൂർണ്ണ ലെവലിലേക്ക് വരികയില്ല. പക്ഷേ കരളിന് തിരിച്ചു വരാൻ സാധിക്കും. പക്ഷേ ആ തിരിച്ചു വരവിന് ഒരു എൻഡ് പോയിൻ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഗ്രേഡ് 3 ഫാറ്റി ലിവർ വന്നാലും അത് മാറി പൂർണ്ണമായും നോർമൽ ലിവറിലേക്ക് വരുന്ന ഒത്തിരി പേഷ്യൻസ് നമുക്കുണ്ട്. അപ്പോൾ അത് ചെറിയ മരുന്നുകളുടെ സഹായവും പ്രധാനമായും അവരുടെ പ്രയത്നം കൊണ്ടാണ്. അപ്പോൾ ഫാറ്റി ലിവർ മാറി എന്ന് പറഞ്ഞ് ചില പേഷ്യൻസ് വളരെ സന്തോഷത്തോടെ ഡോക്ടറെ ഫാറ്റി ലിവർ മാറി ഗ്രേഡ് 3 ആയിരുന്നു, നോർമലായി എന്ന് പറയുമ്പോൾ അതിൽ മരുന്നിന് 0.5% റോളേ ഉള്ളൂ. 99.5% ആളുടെ പ്രയത്നമാണ്. ആ ആൾ തൻ്റെ ജീവിതശൈലിയിൽ വരുത്തിയ മാറ്റങ്ങൾ കൊണ്ട് തന്നെയാണ് ഇത് വരുന്നത്. അപ്പോൾ ഗ്രേഡ് 3 ഫാറ്റി ലിവർ ആണെങ്കിലും അത് റിവേഴ്സ് ചെയ്യും. പക്ഷേ സിറോസിസ് എന്നൊരവസ്ഥയ്ക്ക് മാത്രമേ റീജനറേഷൻ ഇല്ലാതെയുള്ളൂ. അപ്പോൾ റീജനറേഷൻ തിരിച്ചുവരവിൻ്റെ എല്ലാ സീമകളും ലംഘിച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് സിറോസിസ്. ഒരു കഴുതയെ എപ്പോഴും ഞാൻ പറയുന്ന ഒരു കഴുതയായിട്ട് നമ്മൾ അതിനെ താരതമ്യപ്പെടുത്തും. ഒരു കഴുതയെ അടിച്ചുകൊണ്ടിരുന്നാൽ അത് പാവം പണി ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ അടിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ ഈ കഴുതയെ അടിച്ചടിച്ച് പണി ചെയ്യിപ്പിക്കുക എന്ന് പറയുമല്ലോ, അതുപോലെയാണ് ലിവർ. അപ്പോൾ നമ്മൾ അടിച്ചുകൊണ്ടേയിരിക്കും. ഫുഡ് ഫാസ്റ്റ് ഫുഡ് ചെന്നുകൊണ്ടേയിരിക്കും, മദ്യം ചെന്നുകൊണ്ടേയിരിക്കും, വണ്ണം കൂടിക്കൊണ്ടേയിരിക്കും, കരളി അടിയെല്ലാം കൊണ്ടുകൊണ്ടേയിരിക്കും. 90% മേലെ കരൾ കേട് വന്നു കഴിയുമ്പോൾ ഇനി തിരിച്ചു വരവിന് ഒരവസ്ഥ ഇല്ല എന്ന് വരുന്നതിനെയാണ് സിറോസിസ്. സിറോസിസിന് മുന്നേ ഉള്ള എല്ലാ അവസ്ഥകളും തിരിച്ചു വരവുള്ളതാണ്. സിറോസിസ് എന്ന രോഗം വന്നാൽ മാത്രമേ തിരിച്ചു വരവില്ലാതെ. പക്ഷേ സിറോസിസിന് പോലും വർഷങ്ങളാണ്. സിറോസിസ് വന്നതിന് ശേഷവും ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തിയിട്ട് അത് എല്ലാവർക്കും വരണമെന്നില്ല. പക്ഷേ നമ്മൾ കാണാറുണ്ട്, സിറോസിസ് വന്ന് 20 വർഷം ഇരിക്കുന്ന ആൾക്കാരെ നമ്മൾ കാണാറുണ്ട്. കാരണം സിറോസിസ് വന്നതിന് ശേഷം അത്രയ്ക്ക് അവരുടെ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തി, അവരുടെ ശരീരത്തിൽ കൊഴുപ്പിൻ്റെ അംശം പൂർണ്ണമായിട്ടും കളഞ്ഞു, അവർ ആരോഗ്യപരമായ ജീവിതശൈലിയിലോട്ട് പോയി. സിറോസിസ് വന്നാൽ 5-10 കൊല്ലം മിണ്ടാതെ ഒരു കുഴപ്പമില്ലാതെ പോകും. അപ്പോൾ പലർക്കും തോന്നുമോ സിറോസിസ് ആയി എന്നിട്ടും കുഴപ്പമില്ലല്ലോ എന്ന് തോന്നും. പക്ഷേ കുറച്ച് വർഷം കഴിയുമ്പോഴാണ് പ്രശ്നം വരുന്നത്. ചിലർക്ക് 5 വർഷം കഴിയുമ്പോൾ, ചിലർക്ക് 10 വർഷം കഴിയുമ്പോൾ. പക്ഷേ സിറോസിസ് വന്ന് 20 വർഷം കഴിഞ്ഞും പ്രശ്നമില്ലാതെ പോകുന്നവരുണ്ട്. അവരെല്ലാം ജീവിതശൈലിയിൽ അത്രയും മാറ്റം വരുത്തിയവരാണ്. അപ്പോൾ സിറോസിസ് എന്ന അവസ്ഥ റിവേഴ്സിബിൾ അല്ല. സിറോസിസിന് മുന്നേ ഉള്ള എല്ലാ കരൾ രോഗങ്ങളും പൂർണ്ണമായിട്ടും തിരിച്ച് നോർമൽ ലിവറിലേക്ക് വരുന്നതാണ്. കരൾ തിരിച്ച് കിളിർത്ത് വരും എന്ന് പറയാവുന്നതാണ്. ഡോക്ടർ പറയുകയുണ്ടായി ഈ വ്യായാമവും ഭക്ഷണമൊക്കെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണമെന്ന്. അപ്പം ഈ ലിവറിൻ്റെ ആരോഗ്യത്തിനെ ഹാനികരമായി ബാധിക്കുന്ന എന്തെങ്കിലും ഭക്ഷണങ്ങളുണ്ടോ? തീർച്ചയായിട്ടും അമിതമായി കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങൾ, ജനറൽ പറയുകയാണെങ്കിൽ അമിതമായി കൊഴുപ്പടങ്ങിയ എല്ലാ ഭക്ഷണങ്ങളും ഹാനികരമാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ അൾട്രാ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ് എല്ലാം നമുക്ക് ഹാനികരം പോലെ തന്നെ ഗുണകരമായ ഭക്ഷണങ്ങളെക്കുറിച്ചും കൂടെ ചിന്തിക്കാം. ഇപ്പം നമ്മുടെ മലയാളിയുടെ ശരിക്കുള്ള ഇപ്പോൾ നമ്മളൊരു സദ്യ എടുത്താൽ പോലും അതിൽ ചോറിൻ്റെ അളവ് ഒരു സദ്യയിൽ പച്ചക്കറികൾ നിറഞ്ഞിരിക്കും. ചോറ് ഒരു ചെറിയൊരു പോർഷനായിട്ടാണ് വരുന്നത്. അപ്പോൾ ഒറിജിനലി നമ്മുടെ തനതായ മലയാളികളുടെ ഡയറ്റ് എടുക്കുകയാണെങ്കിൽ പച്ചക്കറികൾ വളരെയധികം കൂടുതലാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഫ്രൂട്ട്സ് വളരെയധികം, നമ്മുടെ ചക്കയും മാങ്ങയും എല്ലാം നമുക്ക് ഫ്രൂട്ട്സും ആൻറ്റി ഓക്സിഡൻസും നിറഞ്ഞ ആരോഗ്യകരമായ ഭക്ഷണങ്ങളാണ്. അപ്പോൾ നമ്മുടെ ജീവിതശൈലിയിലുള്ള ഈ നമ്മുടെ സാധാരണ ഭക്ഷണത്തിലുള്ള പച്ചക്കറികളുടെ ഉപയോഗം ഇതെല്ലാം ലിവറിനെ ഒത്തിരി പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മലയാളികളുടെ സ്ഥായിയായ ഭക്ഷണമാണ് മത്സ്യം. അതിൽ നമ്മുടെ ചാളയും മത്തിയും, ഏറ്റവും കൂടുതൽ ഒമേഗ 3 ഫാറ്റി ആസിഡുള്ള നമ്മുടെ നത്തോലിയും ചാളയും ഇത്തരം ചെറിയ മീനുകൾ, അതിലുള്ളത്ര ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് മറ്റൊരു ഭക്ഷണത്തിലില്ല. അപ്പോൾ ലിവർ പ്രൊട്ടക്റ്റീവ് ഫുഡ്സ് നമ്മുടെ നാട്ടിൽ വളരെയധികം സുലഭമാണ്. ഇതൊക്കെ സ്ഥിരമായി ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കൊണ്ടായിരിക്കാം നമ്മുടെ മുന്നടുത്ത തലമുറയ്ക്ക് ഫാറ്റി ലിവർ ഇങ്ങനെ കണ്ടിട്ടില്ല. കാരണം അവർക്കൊക്കെ സ്ഥിരം ദിവസവും വീട്ടിലുള്ളത് ഇത്തരം ചെറിയ ചെറിയ മീനുകളാണ്. ഇപ്പോൾ നമുക്ക് ചെറിയ മീനുകളോട് പൊതുവേ ഇഷ്ടക്കുറവാണ്. നമുക്ക് കൂടുതലും ഇഷ്ടം വളരെയധികം കൊഴുപ്പടങ്ങിയ വലിയ വലിയ മത്സ്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലെ പച്ചക്കറികളും നമ്മുടെ നാരടങ്ങിയ ഭക്ഷണം, വീട്ടിലുണ്ടാകുന്ന പച്ചക്കറികളെല്ലാം ഉപയോഗിച്ചുള്ള ഭക്ഷണവും കൂടെ 2 നത്തോലിയും ചാളയാണെങ്കിൽ ലിവർ പ്രൊട്ടക്റ്റീവ് ഫുഡാണ്.
അതിനകത്ത് നമുക്ക് ഇത് വരുന്നില്ല. നമ്മുടെ മീൻ കറിയാണ്, ഇപ്പോൾ കോട്ടയംകാരെ പറ്റി പറഞ്ഞാൽ കോട്ടയം മീൻ കറിയാണ് ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞ പോലെ നമ്മൾ കറി വെച്ച് കഴിക്കുകയും അധികം എണ്ണയില്ലാത്ത രീതിയിൽ കഴിക്കുകയും നമ്മുടെ ഭക്ഷണത്തിൽ ആപ്പാടെ ഉള്ളത് തേങ്ങയുടെ അളവും കൂടെ അല്പം കുറച്ചാൽ നല്ലതെന്ന് മാത്രമേ ഉള്ളൂ. ബട്ട് നമ്മുടെ സാധാരണ ട്രഡീഷണൽ ഫുഡ്സ് ശരിക്കും പറഞ്ഞാൽ ലിവർ പ്രൊട്ടക്റ്റീവാണ്. നമ്മൾ അതിൽ നിന്ന് മാറി ജങ്ക് ഫുഡും ഫാസ്റ്റ് ഫുഡിലോട്ടും പോകുമ്പോൾ മാത്രമാണ് ലിവറിന് ഹാനികരമായ ഭക്ഷണങ്ങളിലേക്ക് നമ്മൾ പോകുന്നത്. ഡോക്ടർ, നമ്മൾ നേരത്തെ സംസാരിക്കുകയുണ്ടായി കുഞ്ഞു പ്രായത്തിലെ പെൺകുട്ടികൾക്കൊക്കെ ഈ പറഞ്ഞ കരളിന് അസുഖം ബാധിക്കുന്ന അവസ്ഥ. അങ്ങനെയെങ്കിൽ ഈ പെൺകുട്ടികൾ കുഞ്ഞു പ്രായത്തിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടാവും, എന്നാലും വളർന്നു വരുന്ന കാലഘട്ടത്തിൽ അവർ ഗർഭിണിയാവുന്ന സമയത്ത് അവരുടെ ഗർഭസ്ഥ ശിശുക്കളെ ഇത് ബാധിക്കുമോ എന്നുള്ളതാണ്. തീർച്ചയായും. ഇപ്പോൾ മുൻപൊന്നും കേട്ടുകേൾവിയില്ലാത്ത ഒരു സംഭവമായിരുന്നു, ഈയിടെയായിട്ട് നമുക്ക് വളരെയധികം കണ്ടുവരുന്ന ഒരവസ്ഥയാണ്. ഇപ്പോൾ നമുക്ക് PCODയും ചെറിയ വയസ്സിൽ അമിതവണ്ണവും ഒക്കെ വരുമ്പോൾ പല പെൺകുട്ടികളും ഗർഭിണിയായി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴാണ് അവരുടെ ലിവർ ഫങ്ഷനിൽ ഒത്തിരി വേരിയേഷൻസ് കാണുന്നത്. അപ്പോൾ ലിവർ ഫങ്ഷനിലുണ്ടാകുന്ന എല്ലാ വ്യതിയാനങ്ങളും പ്രീ ടേം ഡെലിവറി റിസ്ക് വളരെയധികം കൂട്ടുന്നു. ഗർഭസ്ഥ ശിശുവിന് വൈകല്യം ഉണ്ടാവുക അങ്ങനത്തെ പ്രശ്നങ്ങളല്ല വരുന്നത്, ഗർഭം അലസിപ്പോവാനും പ്രീ ടേം ഡെലിവറി വരാനുമുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ കുഞ്ഞിന് വൈകല്യങ്ങൾ ഉണ്ടാവുകയില്ല, പക്ഷേ ഈ ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ട്. അപ്പോൾ മുമ്പൊക്കെ നമ്മൾ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് പ്രഗ്നൻസിയിൽ ചെയ്യാറേ ഇല്ലായിരുന്നു. കാരണം അതിൻ്റെ ഒരു ആവശ്യം മുന്നത്തെ ഒരു തലമുറ, ഇപ്പോൾ കഴിഞ്ഞ ഈ വർഷം ഗൈനക്കോളജി ഡോക്ടർമാരുടെ സംസ്ഥാന സമ്മേളനത്തിൽ ഞാൻ അതിനൊരു ഭാഗമായിരുന്നു. അപ്പോൾ കാരണം കരൾ രോഗങ്ങൾ പ്രഗ്നൻസിയിൽ എന്നുള്ളൊരു പ്രത്യേക ഒരു പ്രമേയം തന്നെ അവിടെ ഞങ്ങൾ ചർച്ച ചെയ്യുകയുണ്ടായി. കാര്യം മുമ്പ് കണ്ടിട്ടില്ലാത്ത വിധം ഇത് ഒരു വലിയ പ്രശ്നമായി വരുന്നു. പല പെൺകുട്ടി അപ്പം മുമ്പ് നമ്മൾ സ്ഥിരമായിട്ട് ലിവർ ഫങ്ഷൻ ടെസ്റ്റ് നോക്കാറില്ല. ഗർഭിണിയായിരിക്കുമ്പോൾ ബ്ലഡ് ഷുഗർ നോക്കും, അത് തന്നെ പണ്ട് അൺകോമൺ ആയിരുന്നു, ഇപ്പോൾ കുറച്ച് കോമൺ ആയതുകൊണ്ട് ബ്ലഡ് ഷുഗർ നോക്കും, ബ്ലഡ് പ്രഷർ നോക്കും, വളരെ ബേസിക് ആയിട്ടുള്ള രക്തക്കുറവുണ്ടോ വിളർച്ചയുണ്ടോ ഇതെല്ലാമാണ് പണ്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്, തൈറോയിഡ് ഉണ്ടോ ഇതെല്ലാമേ നോക്കാറുള്ളൂ. ഇപ്പോൾ മിക്ക ഗൈനക്കോളജിസ്റ്റുകളും ഫസ്റ്റ് ചെക്കപ്പിന് വരുമ്പോൾ തന്നെ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്തു തുടങ്ങി. കാരണം ആദ്യത്തെ ചെക്കപ്പിന് വരുമ്പോൾ തന്നെ പല പെൺകുട്ടികളിലും ലിവർ ഫങ്ഷൻ വേരിയേഷൻസ് നമ്മൾ ഒത്തിരി കാണുന്നു. കാരണം ഇവർക്ക് 10, 13, 14 വയസ്സ് തൊട്ടേ PCODയും ഫാറ്റി ലിവറും തുടങ്ങിയിരിക്കുന്നു. ഇവരുടെ ആഹാര രീതികൾ ശരിയല്ല, ഇവരിൽ പലരിലും അമിതവണ്ണമുണ്ട്. അപ്പോൾ ഈ ലിവർ ഫങ്ഷനിൽ പ്രത്യേകിച്ച് ആദ്യത്തെ 3-4 മാസങ്ങളിൽ ലിവർ ഫങ്ഷൻ വേരിയേഷൻസ് ഉണ്ടെങ്കിൽ അബോർഷനുള്ള സാധ്യത തീർച്ചയായിട്ടും കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു പെൺകുട്ടി പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നത്, ഇന്നത്തെ കാലത്ത് എല്ലാവരും കല്യാണം കഴിയുമ്പോൾ പ്രഗ്നൻസി പ്ലാൻ ചെയ്യാറുണ്ട്. കുറച്ചും കൂടെ അവർ ഉചിതമായി തീരുമാനം എടുക്കാറുണ്ട്, എപ്പോൾ എനിക്ക് പ്രഗ്നൻസി വേണമെന്ന് ചിന്തിക്കാറുണ്ട്. പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ഹെൽത്ത്, നിങ്ങൾക്ക് അമിതവണ്ണവും പ്രത്യേകിച്ച് ഷുഗറോ കൊളസ്ട്രോളോ ഒക്കെ ഉണ്ടെങ്കിൽ ഒത്തിരി നമ്മൾ കാണാറുണ്ട് 20-22 വയസ്സായ പെൺകുട്ടികളിൽ ഷുഗറൊക്കെ തുടങ്ങാറുണ്ട്. അപ്പോൾ അങ്ങനെ അമിതവണ്ണമൊക്കെ ഉള്ള പെൺകുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രഗ്നൻസി പ്ലാനിങ്ങിൻ്റെ ഭാഗമായി വണ്ണം കുറയ്ക്കുക, ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യുക, എങ്കിൽ നമുക്ക് പ്രീ ടേം ഡെലിവറി റിസ്ക് നമുക്ക് ഒത്തിരി കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ ഒരു ഗൈനക്കോളജിസ്റ്റിനിടയിൽ ഒരു ചോദ്യം ഉണ്ടായി, ഇപ്പോൾ നമ്മൾ ആദ്യത്തെ 3-4 മാസത്തിൽ ഇപ്പോൾ ലിവർ ഫങ്ഷൻ ഡീറേഞ്ച്ഡ് ആണെങ്കിൽ നമുക്കതിനെ ഒരുപാട് മരുന്നുകൾ നമുക്ക് കൊടുക്കാനും പറ്റത്തില്ല. ഗർഭിണിയായിരിക്കുന്ന അവസ്ഥയിൽ ഒത്തിരി മരുന്നുകൾ നമുക്ക് കൊടുക്കാൻ പറ്റില്ല, ഒത്തിരി വ്യായാമം ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ മറ്റ് അവസ്ഥയിൽ ചെയ്യുന്ന പോലെ വിഗറസ് ആയിട്ടുള്ള എക്സസൈസ് ഒന്നും നമുക്ക് പ്രഗ്നൻറ്റ് ലേഡീസിന് നമുക്ക് അഡ്വൈസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ ചികിത്സ ഗർഭിണി ആയിരിക്കുന്ന അവസ്ഥയിൽ പരിമിതമാണ്, റിസ്ക് കൂടുതലാണെന്ന് പറഞ്ഞു കൊടുക്കാൻ മാത്രമേ പലപ്പോഴും നമുക്ക് പറ്റുകയുള്ളൂ. കാരണം നമുക്ക് ചെറിയ മരുന്നുകളേ ഉള്ളൂ, എല്ലാ മരുന്നുകളും കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഈ ലിവർ ഫങ്ഷൻ ഡീറേഞ്ച്ഡ് ആണ്, നിങ്ങൾക്ക് പ്രീ ടേം ഡെലിവറിക്കുള്ള സാധ്യത കൂടുതലാണ്, അല്ലെങ്കിൽ അബോർഷൻ റിസ്ക് കൂടുതലാണെന്ന് പറഞ്ഞു കൊടുക്കാൻ മാത്രമേ പലപ്പോഴും നമുക്ക് പറ്റുകയുള്ളൂ. കാരണം അതിന് ഫലപ്രദമായ ചികിത്സ പ്രഗ്നൻ്റ് അവസ്ഥയിൽ ചെയ്യാൻ പ്രയാസമാണ്. അതിന് മുന്നേ ഇതൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ പ്രഗ്നൻസിയിലുള്ള ഈ ബുദ്ധിമുട്ടുകൾ നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ നമ്മൾ ആരോഗ്യം നല്ലോണം വീണ്ടെടുത്ത് ഫാറ്റി ലിവറൊക്കെ കൺട്രോൾ ചെയ്ത് പ്രഗ്നൻ്റ് ആവുന്നതാണ് എപ്പോഴും നല്ലത്. IVF പോലുള്ള ട്രീറ്റ്മെൻറ്റ് നടത്തുന്നത് കരളിൻ്റെ ആരോഗ്യത്തെ ബാധിക്കാറുണ്ടോ? IVF ചികിത്സ വേണ്ടി വരുന്നത് തീർച്ചയായും ഈ ഹോർമോൺ സംബന്ധമായ പ്രശ്നങ്ങളുള്ള സ്വന്തമായി കൺസീവ് ചെയ്യാൻ പ്രയാസമുള്ള ദമ്പതികളിലാണ്. അപ്പോൾ കൂടുതലും സ്ത്രീകളിലുണ്ടാവുന്ന ഹോർമോണിലെ പ്രശ്നങ്ങളുണ്ടാകുന്നവർക്കാണ് IVF വേണ്ടി വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവരിൽ പലരിലും PCODയും മറ്റ് പ്രശ്നങ്ങളും നേരത്തെ ഉണ്ടായിരിക്കും. അവർക്ക് പലരിലും ഫാറ്റി ലിവറിൻ്റെ അവസ്ഥ നേരത്തെ ഉണ്ടാകുമെന്ന് നമ്മൾ കാണാറുണ്ട്. ഇപ്പോൾ പല IVF സെൻറ്ററുകളിലും ട്രീറ്റ്മെൻറ്റ് ചെല്ലുമ്പോൾ അവർ ആദ്യം പറയുന്നത് നല്ലോണം വെയിറ്റ് റെഡ്യൂസ് ചെയ്തിട്ട് വരൂ എന്ന് പറയാറുണ്ട്. കാരണം IVFൻ്റെ ചികിത്സ തുടങ്ങുന്നതിന് മുൻപ് തന്നെ അമ്മ ഐഡിയൽ ബോഡി വെയ്റ്റിലോട്ട് വരികയും നല്ല വ്യായാമം ചെയ്യുന്നൊരു ശീലം കൊണ്ടുവരികയും ചെയ്യുകയാണെങ്കിൽ IVFൻ്റെ സക്സസ് റേറ്റ്സ് വളരെയധികം കൂടുതലായിരിക്കും. അപ്പോൾ IVF ചികിത്സയിലോട്ട് പോകുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഈ ജീവിതശൈലി കറക്ഷൻസ് ചെയ്യേണ്ടത് ആവശ്യമാണ്.
IVF സമയത്ത് നമുക്ക് ഹോർമോണൽ ചികിത്സ ആവശ്യമാണ്. അപ്പോൾ ചിലർ പറയും ഞങ്ങൾ അത് ചെയ്യുന്നില്ല, ഞങ്ങൾ ആയുർവേദം ചെയ്യുന്നു, ഹോർമോൺ അല്ലെങ്കിൽ ഹോമിയോപ്പതി ചെയ്യുന്നു. ഏത് ചികിത്സാ സമ്പ്രദായമാണെങ്കിലും നമ്മുടെ പീരിയഡ്സിനെ എഫക്റ്റ് ചെയ്യുന്ന ഏത് മരുന്ന് നൽകിയാലും ലിവർ ഫംഗ്ഷനിൽ വേരിയേഷൻസ് വരാൻ സാധ്യതയുണ്ട്. കാരണം ഇതെല്ലാം നമ്മുടെ ഹോർമോണുകളെ ബാധിക്കുന്ന മരുന്നുകളാണ്. സോ അത് അലോപ്പതി ആവട്ടെ, ആയുർവേദമാകട്ടെ, ഹോമിയോപ്പതി ആവട്ടെ, ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ഉപയോഗിക്കുന്ന എല്ലാ മരുന്നുകളിലും ഒരു ചെറിയ പങ്ക് ലിവർ ഫംഗ്ഷനിൽ വേരിയേഷൻ വരുത്താൻ സാധ്യതയുണ്ട്. നല്ല വ്യായാമവും ഡയറ്റ് കൺട്രോളും ഉള്ള വ്യക്തികളിൽ ഇത് വരാറില്ല. ഇതില്ലാത്ത, ജീവിതശൈലിയിൽ മാറ്റങ്ങൾ ഇല്ലാത്ത പെൺകുട്ടികളിൽ ഈ മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ തീർച്ചയായിട്ടും ലിവർ ഫംഗ്ഷൻ വേരിയേഷൻ വരാനുള്ള സാധ്യതയുണ്ട്. IVFനെ സംബന്ധിച്ചാണെങ്കിൽ മിക്ക IVF സെൻറ്ററുകളും സ്ഥിരമായി ലിവർ ഫംഗ്ഷൻസ് മോണിറ്റർ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഒരു മരുന്ന് കൊടുക്കുമ്പോൾ ലിവർ ഫംഗ്ഷനിൽ വേരിയേഷൻ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ അപ്പോൾ തന്നെ അത് മാറ്റി മറ്റ് മരുന്നുകളിലേക്ക് മാറ്റണം. അപ്പോൾ IVFൽ കാര്യങ്ങൾ കുറച്ചും കൂടെ കൺട്രോൾഡാണ്. അവർക്കറിയാം ഇന്ന മരുന്നുകളിൽ ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ ആയുർവേദവും ഹോമിയോയും ചികിത്സിക്കുന്നവരും ഇതേ ടെസ്റ്റുകൾ ചെയ്യണം എന്നതാണ്. കാരണം ആർത്തവത്തെ ബാധിക്കുന്ന ഏത് മരുന്ന്, അത് ആർത്തവം കറക്റ്റ് ചെയ്യാനുള്ള എന്ത് മരുന്ന്, അത് അരിഷ്ടമായിക്കൊള്ളട്ടെ, ഹോമിയോ മരുന്നായിക്കൊള്ളട്ടെ, അതിനും ഇതേ പ്രശ്നങ്ങളുണ്ട്. ലിവർ ഫംഗ്ഷൻ നമ്മൾ തീർച്ചയായിട്ടും മോണിറ്റർ ചെയ്യണം. ഒരു മരുന്ന് ഉപയോഗിക്കുമ്പോൾ ലിവർ ഫംഗ്ഷനിൽ വേരിയേഷൻ വരികയാണെങ്കിൽ ആ മരുന്ന് മാറ്റി വേറെ മരുന്നുകളിലേക്ക്, ലിവർ ഫംഗ്ഷനെ ബാധിക്കാത്ത മരുന്നുകളിലേക്ക് മാറ്റി പ്രഗ്നൻ്റ് ആവുന്നതിന് മുൻപേ തന്നെ ലിവർ ഫംഗ്ഷൻ വളരെ നോർമലായിട്ട് വേണം പ്രഗ്നൻസി സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഡോക്ടർ പൊതുവേ പറഞ്ഞ് കേൾക്കുന്നുണ്ട് ഈ ലിവറിൻ്റെ ഫംഗ്ഷൻ ഏറ്റവും നല്ലതാണ് കോഫി എന്ന്. അതിലെന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ? തീർച്ചയായിട്ടും ചില പഠനങ്ങൾ നടക്കുമ്പോൾ കോഫി ലിവർ പ്രൊട്ടക്റ്റീവാണ് എന്ന കുറച്ച് പഠനങ്ങൾ തീർച്ചയായിട്ടും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ പഞ്ചസാരയും പാലും ഇട്ടുള്ള കാപ്പി അല്ല ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ആദ്യം പറയുന്നത്. അപ്പോൾ അതിൽ ഈ നമ്മൾ വെസ്റ്റേൺ കൺട്രീസിൽ അവർ കോഫി നമ്മളെപ്പോലെ പാൽ ഉപയോഗിക്കാറില്ല. അതുപോലെ ബ്ലാക്ക് കോഫി, അതായത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള പഞ്ചസാരയോ പാലോ ഇല്ലാത്ത വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബ്ലാക്ക് കോഫി, അത് 2-3 കോഫി കപ്സ് പെർ ഡേ ഉപയോഗിക്കുന്നവരുടെ ലിവർ ഹെൽത്ത് കുറച്ചും കൂടെ ബെറ്ററാണ് എന്ന് നമ്മൾ പഠനങ്ങൾ. ഇതെല്ലാം മറ്റ് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസിന് ഒരു അഡീഷണലാണ്. അല്ലാതെ നമ്മൾ ചെയ്യുന്ന പോലെ പഞ്ചസാരയും പാലും ഇട്ട് 5-6 കാപ്പി കുടിച്ച് ലിവറിന് ദോഷമേ വരുള്ളൂ. കാരണം പഞ്ചസാരയും എല്ലാം കലോറി വളരെയധികം കൂട്ടുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ സാധാരണ നമ്മൾ ഉദ്ദേശിക്കുന്ന കാപ്പി അല്ല ബ്ലാക്ക് കോഫി വിത്തൗട്ട് ഷുഗർ, വിത്തൗട്ട് മിൽക്ക്, അത് ഉപയോഗിക്കുന്നത് ലിവറാണ് ഹെൽത്തി ആയിട്ടുള്ളത്. അത് ലിവറിന് സഹായകരമാണ് എന്നും പറഞ്ഞ് വ്യായാമം ഇല്ലാതെ കോഫി മാത്രം കുടിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. പുരുഷന്മാർക്കാണോ സ്ത്രീകളിലാണോ ഫാറ്റി ലിവർ കൂടുതലായി കണ്ടുവരുന്നത്? വർഷങ്ങൾക്ക് മുന്നേ മദ്യപാനമായിരുന്നു ഫാറ്റി ലിവറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അന്ന് ഇത് കൂടുതലും പുരുഷന്മാരിലുള്ള ഒരു രോഗമാണ്. അതുകൊണ്ട് തന്നെ ഫാറ്റി ലിവർ എന്നാൽ പുരുഷന്മാരുടെ രോഗമാണ് എന്നൊരു ധാരണയാണ് തോന്നലുണ്ടായിരുന്നു, വർഷങ്ങളായി ഉണ്ടായിരുന്നു. ഇന്ന് മദ്യപാനത്തെക്കാൾ ഓവർടേക്ക് ചെയ്തുകൊണ്ട് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ മുന്നേറിയിരിക്കുകയാണ്. അപ്പോൾ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ശരിക്കും സ്ത്രീകളിൽ തന്നെയാണ് കൂടുതലായും കണ്ടുവരുന്നത്. അപ്പോൾ സ്ത്രീകൾ, പ്രത്യേകിച്ച് കേരളത്തിലെ സ്ത്രീകളെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ ആരോഗ്യത്തിന് പ്രയോറിറ്റി കൊടുക്കുന്നില്ല എന്ന് തന്നെ എനിക്ക് പറയേണ്ടി വരും. അപ്പോൾ ഒരു പ്രസവം കഴിയുന്നതോടുകൂടി സ്ത്രീകൾ ആദ്യം പല പെൺകുട്ടികളും വളരെ മെലിഞ്ഞിരുന്ന പെൺകുട്ടികൾ ഒരു പ്രസവം കഴിയുമ്പോഴത്തേക്കും 15-20 കിലോ അങ്ങ് വെയിറ്റ് വയ്ക്കുന്നു. ആ പ്രസവത്തിലുണ്ടാകുന്ന വെയിറ്റ് പിന്നെ താഴുന്നില്ല. അത് കഴിഞ്ഞ് അടുത്ത പ്രസവമായി 2-3 പ്രസവം കഴിയുന്നതോടുകൂടി വളരെയധികം ശരീരത്തിൽ നമ്മൾ ആ ഒരു ബോഡി കോൺഷ്യസ് അല്ലാതാവുകയും നമ്മൾ വ്യായാമത്തിൽ നിന്നൊക്കെ കംപ്ലീറ്റ്ലി വ്യതിചലിക്കുന്നു. വീട്ടുജോലി, കുട്ടികളെ നോക്കണം, കുട്ടികളുടെ പഠിത്തം, ഇതിൻ്റെ ഇടയിൽ അമ്മയുടെ ആരോഗ്യത്തിന് വേണ്ടി ഒട്ടും സമയം കണ്ടെത്താത്ത ഒരവസ്ഥയിലോട്ട് കാര്യങ്ങൾ പോവുകയാണ്. അങ്ങനെ വരുമ്പോൾ സ്ത്രീകളിൽ, പ്രത്യേകിച്ച് 40-45 വയസ്സായ സ്ത്രീകളിൽ ഫാറ്റി ലിവർ മൂലമുള്ള പ്രശ്നങ്ങൾ വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു അഡ്വൈസ്, സ്ത്രീകൾക്ക് 1 മണിക്കൂറെങ്കിലും അവനവൻ്റെ ശരീരത്തിന് വേണ്ടി, നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ സമയം കണ്ടെത്തണം. അതിനുള്ള ഒരു അവസരം ഒരുക്കാൻ വീട്ടിലെ പുരുഷന്മാരും എല്ലാവരും ഒരു ചേർന്നൊരു ശ്രമം നടത്തിയാൽ, പുരുഷനും ഇമ്പോർട്ടൻ്റ് ആണ്, സ്ത്രീക്കും ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ പലപ്പോഴും പുരുഷന്മാർ പലരും ജിമ്മിൽ പോകാറുണ്ട്, എക്സസൈസ് ചെയ്യാൻ പോകാറുണ്ട്. പല വീടുകളിലും ഇന്നത്തെ കാലത്ത് നമ്മൾ കാണുന്നതാണ്. ഹസ്ബൻഡ് പോകാറുണ്ട്. എനിക്ക് എവിടെ സമയം, എനിക്ക് കുട്ടികളുടെ പഠിത്തമുണ്ട്, രാവിലെ ബസ് വരും, സ്കൂൾ വരും, എനിക്ക് സമയമില്ല, അത് കഴിഞ്ഞ് എനിക്ക് ഓഫീസിൽ പോകണം. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി 1 മണിക്കൂർ മാറ്റിവെക്കാൻ സ്ത്രീകൾക്ക് സമയം കിട്ടുന്നില്ല. അപ്പോൾ കുടുംബത്തിൽ എല്ലാവരും കൂടെ ശ്രമിച്ചാലേ, ഭർത്താവും കൂടെ ശ്രമിച്ചാലേ, സ്ത്രീ ചെയ്യുന്ന കുറച്ച് പണികൾ ഹസ്ബൻഡിനെ ഏൽപ്പിച്ച് സ്ത്രീകൾക്ക്, പ്രത്യേകിച്ച് ഒരു 30 വയസ്സ് കഴിയുമ്പോൾ, സ്ത്രീകൾക്ക് ഒരു പ്രസവമൊക്കെ കഴിയുമ്പോൾ ആരോഗ്യത്തിന് വേണ്ടി 1 മണിക്കൂർ മാറ്റിവെക്കുക. ഡയറ്റിനെ എപ്പോഴും ശ്രദ്ധിക്കുക. നമുക്ക് ശ്രദ്ധിച്ച്
നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി സമയം കണ്ടെത്തണം. അത് സ്ത്രീകൾക്ക് വളരെയധികം പ്രധാനമാണ്. പക്ഷേ ഈ സ്ത്രീകൾ തന്നെ പറയുന്നുണ്ടല്ലോ, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വീട്ടിലെ പണി ചെയ്യുന്നു, ഇനി ഒരു അധികം എക്സർസൈസിൻ്റെ ആവശ്യമുണ്ടോ എന്ന്. ഈ വീട്ടിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വീട്ടിൽ പണി ചെയ്യുന്നവർക്കും ഫാറ്റി ലിവർ കാണുന്നു എന്നുള്ളത് മാത്രമാണ് അതിന് ഉത്തരം. അപ്പോൾ വീട്ടിലെ പണി മാത്രമായിരുന്നു എക്സസൈസ് എങ്കിൽ വീട്ടിലെ പണി ചെയ്യുന്ന ഒരാൾക്ക് ഒരിക്കലും ഫാറ്റി ലിവർ വരില്ല, ഒരിക്കലും അമിതവണ്ണം വരില്ല. നമ്മൾ കാണാറുണ്ട്, നല്ല അമിതവണ്ണമുള്ള വീട്ടമ്മമാരെ സ്ഥിരം കാണാറുണ്ട്. അവർ പറയാറുണ്ട്, ഞാൻ ഇത്രയും ജോലി ചെയ്യണം, വീട്ടിൽ എല്ലാ ജോലിയും ചെയ്യുകയാണ്. പക്ഷേ വ്യായാമം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കുറഞ്ഞത് 45 മിനിറ്റ് നമ്മുടെ ഹൃദയമിടിപ്പ് കൂടുകയും ആ ആയാസത്തിൽ ശരീരം വേർക്കുകയും ചെയ്യണം. നടത്തം പോലുള്ള എക്സർസൈസ്. ഇപ്പോൾ നടത്തം ഒരു റിലേറ്റീവ്ലി അത്ര ഗുണകരമായ എക്സസൈസ് ഞാൻ പറയുകയില്ല. ഇപ്പം നടത്തം കൊണ്ട് എന്തെങ്കിലും ഫലം, ഇപ്പോൾ നമ്മളൊരു 6 കിലോമീറ്റർ നടന്നാൽ ഒരു 300 കാലറി ബേണാണ് വരുന്നത്. നല്ലൊരു എക്സസൈസ് എന്ന് പറയുന്നത്, റെക്കമെൻഡ് എക്സസൈസ് എന്ന് പറഞ്ഞാൽ 500 കാലറി ബേണാണ്. ഒരു 6 കിലോമീറ്ററിന് മേലെയൊക്കെ നടത്തം വരുമ്പോഴാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന കാലറി ബേൺ വരുന്നത്. അപ്പോൾ നമ്മൾ 2 കിലോമീറ്റർ നടന്നു വരുമ്പോഴേ ഞാൻ വലിയൊരു എക്സസൈസ് ആയി എന്ന് പറയും. 1 മണിക്കൂർ സ്വിമ്മിങ് ഏറ്റവും ഗുണകരമായ വ്യായാമമാണ്. ഒരു സൈക്ലിങ്ങിന് പോയാൽ ഒരു 15 കിലോമീറ്റർ സൈക്ലിംഗ്, ഇതൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന നമുക്ക് കൊഴുപ്പുരുക്കി കളയാനുള്ള വ്യായാമങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു അരമണിക്കൂർ 10 മിനിറ്റ് നടന്നു, വീട്ടിന് മുന്നേ അങ്ങോട്ടും ഇങ്ങോട്ടും 10 തവണ നടന്നു, നടക്കുന്നത് 10 മീറ്റർ ആയിരിക്കും. അല്ലെങ്കിൽ 100 മീറ്റർ നടന്നാൽ 10 തവണ നടന്നാലും 1 കിലോമീറ്ററേ ആവുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു കുറച്ചും കൂടി ആയാസമുള്ള വ്യായാമങ്ങളിലേക്ക് ആദ്യത്തെ ദിവസം ആർക്കും പറ്റുകയില്ല, കൂട്ടി കൊണ്ടുവരണം. അപ്പോൾ എനിക്ക് ചെറിയത് പറയുമ്പോൾ, ഒരു ഹസ്ബൻഡ് ജിമ്മിൽ പോകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹസ്ബൻഡ് നടക്കാൻ പോകുന്നുണ്ടെങ്കിൽ വൈഫും നടക്കാൻ ഒരു സമയം അല്ലെങ്കിൽ ജിമ്മിൽ പോകാൻ സമയം കണ്ടെത്തണം. പിന്നെ നമ്മൾ എൻജോയ് ചെയ്യുന്ന എക്സസൈസ് ചെയ്യുക. സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ഞാൻ പറയുന്ന ഡാൻസ് അല്ലെങ്കിൽ അത്തരം എക്സസൈസസ്, നമുക്ക് എറോബിക് എക്സസൈസസ്, അത് നമുക്ക് ഒത്തിരിയധികം എൻജോയ് ചെയ്യുന്ന എക്സസൈസാണ്. ഇപ്പോൾ ഡാൻസ് എന്ന് വെച്ചാൽ പണ്ട് നമുക്ക് കൂടുതലും പേരും ക്ലാസിക്കൽ ഡാൻസൊക്കെ ചെയ്യും. ക്ലാസിക്കൽ ഡാൻസ് വളരെ നല്ല എക്സസൈസാണ്. നമ്മൾ അരമണ്ഡലത്തിൽ ഇരുന്ന് ചെയ്യുന്ന എക്സസൈസ് എന്ന് പറയുന്ന കാലിൻ്റെ മസിലുകൾക്കൊക്കെ വളരെയധികം സ്ട്രെങ്ത് ട്രെയിനിങ് പോലെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം ഇൻക്ലൂഡ് ചെയ്താൽ നമുക്ക് ഒരു മനസ്സിനൊരു ഉന്മേഷവും കിട്ടും, നമുക്ക് ശരീരത്തിന് വ്യായാമവും കിട്ടും. നമ്മൾ എൻജോയ് ചെയ്യുന്ന എക്സസൈസസ് സ്ത്രീകളും നിർബന്ധമായും ചെയ്യണം. സ്ത്രീകൾക്ക് തന്നെയാണ് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ കൂടുതലായും വരുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ഇപ്പോൾ പറഞ്ഞതിലുടനീളം നമ്മൾ ഫാറ്റി ലിവർ എന്ന വാക്ക് ഉപയോഗിച്ചു. നമ്മുടെ നാട്ടിലത് പ്രശ്നമല്ല, പക്ഷേ ആ ഒരു ടെർമിനോളജി ഉപയോഗിക്കരുത് എന്നാണ് നമുക്കിപ്പോൾ ഇൻ്റർനാഷണൽ ഗൈഡ് ലൈൻസ് പറയുന്നത്. പക്ഷേ ഇന്നും ആൾക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും നമ്മൾ ഫാറ്റി ലിവർ എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. സ്റ്റിയറ്റോട്ടിക് ലിവർ ഡിസീസ് എന്ന് പറഞ്ഞത് മുഴുവൻ ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ പറയുന്ന മെസ്സേജ് അത്രത്തോളം കൺവേ ആവുകയില്ല. അപ്പോൾ ഞാൻ ടെക്നിക്കലി ഞാൻ പറയുന്ന ഫാറ്റി ലിവർ എന്നല്ല ഇന്നത്തെ വാക്ക്, സ്റ്റിയറ്റോട്ടിക് ലിവർ ഡിസീസ് തന്നെയാണ്. പക്ഷേ നമ്മുടെ ഈ ചർച്ചയിലുടനീളം നമ്മൾ ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അത് ആൾക്കാർക്ക് കൂടുതൽ അത് മനസ്സിലാക്കി കൊടുക്കാനാണ്. അതൊരു ബോഡി ഷേമിങ്ങിൻ്റെ ഭാഗമല്ല എന്നും കൂടി പറയാൻ ആഗ്രഹിക്കും. വാക്ക് മാറിയാലും രോഗം മാറുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പഴയ വാക്ക് ഉപയോഗിച്ചാണ് ഈ ചർച്ചയിലുടനീളം സംസാരിച്ചത്. ഡോക്ടർ, ഏതൊരു അവസ്ഥയിലാണ് നമ്മൾ ലിവർ ട്രാൻസ്പ്ലാന്റേഷനിലേക്ക് പോകുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞു, സിറോസിസ് എന്ന രോഗാവസ്ഥ റിവേഴ്സിബിൾ അല്ല. സിറോസിസ് വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് മാറാൻ സാധിക്കില്ല. സിറോസിസ് വന്ന് കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ സിറോസിസിൻ്റെ കോംപ്ലിക്കേഷൻസ് വന്നു തുടങ്ങും. രക്തം ഛർദ്ദിക്കുക, വയറ്റിൽ വെള്ളം കെട്ടുക, അബോധാവസ്ഥയിൽ പോവുക, ഇത്തരം കോംപ്ലിക്കേഷൻസ് വന്നു തുടങ്ങുന്നു. ഇത് രോഗിയുടെ ദൈനംദിന ജീവിതത്തെ വളരെയധികം ബാധിക്കുന്നു. ഫ്രീക്വൻറ്റ് ഹോസ്പിറ്റലൈസേഷൻ വരുന്നു. അങ്ങനെ വരുമ്പോൾ നമുക്ക് സ്കോറിംഗ് സിസ്റ്റംസ് ഉണ്ട്. ലിവറിൻ്റെ പ്രവർത്തനങ്ങൾ ഒരു പരിധി കൂടുതൽ മോശമായി കഴിഞ്ഞാൽ പിന്നെ ഒരു തിരിച്ചുവരവില്ല. ആ അവസ്ഥയിലാണ് കരൾ മാറ്റിവെക്കലിലേക്ക് പോകുന്നത്. കരൾ മാറ്റിവെക്കൽ നമ്മുടെ നാട്ടിൽ 2 തരത്തിലാണ്. ഒന്ന് ലൈവ് ഡോണർ അല്ലെങ്കിൽ ഡിസീസ് ഡോണർ. അതായത് രോഗിയുടെ ഒരു ബന്ധു തന്നെ കരൾ പകുത്ത് നൽകുന്ന ആൾക്ക് ഒരു മേജർ ശസ്ത്രക്രിയ തന്നെയാണ് കരൾ ട്രാൻസ്പ്ലാന്റേഷൻ ഡോണർക്ക്. പക്ഷേ ഒരു 6 മാസം കഴിയുമ്പോൾ കിഡ്നി പോലെയല്ല, ഒരു കിഡ്നി പോയാൽ പോയതാണ്. കരൾ 6 മാസം കഴിയുമ്പോൾ കിളുത്ത് വരുന്നു, തിരിച്ചു വരുന്നു. അപ്പോൾ ആ ഇമ്മീഡിയറ്റ് ഓപ്പറേറ്റീവ് സമയത്തുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞാൽ ലോങ് ടേമിൽ ഡോണർക്ക് വേറെ പ്രശ്നങ്ങളില്ല. അപ്പോൾ നമ്മുടെ ബന്ധുക്കൾ, അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ, മക്കൾ, ഇവർക്കാണ് ഡൊണേറ്റ് ചെയ്യാൻ നമ്മുടെ നാട്ടിൽ നിയമപരമായ അധികാരമുള്ളത്. അവർ ഡൊണേറ്റ് ചെയ്യുന്ന ലിവർ കൊടുക്കും. ഇതിനേക്കാൾ ഏറ്റവും അധികം നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടത് ഡിസീസ് ഡോണർ ട്രാൻസ്പ്ലാന്റേഷൻ തന്നെയാണ്. കാരണം ലിവിങ് ഡോണർ ട്രാൻസ്പ്ലാന്റേഷനിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റിനേക്കാളൊക്കെ വെച്ച് നോക്കുമ്പോൾ കൊടുക്കുന്ന ആളിനൊരു വളരെ മേജർ സർജറിയാണ്. ആ സർജറി ചെയ്യുന്ന സമയത്ത് വളരെയധികം റിസ്ക് കൊടുക്കുന്ന ആളിനും ഉണ്ട്. അപ്പോൾ കൊടുക്കുന്ന ആളിന് ജീവൻ അപകടം സംഭവിക്കുന്ന അവസ്ഥകൾ വരെ അപൂർവമാണെങ്കിൽ പോലും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടത് ഡിസീസ് ഡോണർ ട്രാൻസ്പ്ലാന്റേഷനാണ്. കാരണം ബ്രെയിൻ ഡെഡ് ആയ ഒരു വ്യക്തിയുടെ ലിവർ എടുക്കുമ്പോൾ പൂർണ്ണ ലിവറാണ്, മറ്റേത് പകുതി ലിവറാണ് നമ്മൾ തിരിച്ചു വയ്ക്കുന്നത്. ഇത് ഫുൾ ലിവറാണ് നമ്മൾ വെക്കുന്നത്. കൊടുക്കുന്ന ആളിനുള്ള ഈ മേജർ റിസ്ക് നമ്മൾ അവോയ്ഡ് ചെയ്യുകയാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി പല കാരണങ്ങൾ മൂലം നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ മാത്രം, മറ്റ് സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ വളരെ ഊർജിതമായിട്ട്
ബ്രെയിൻ ഡെഡ് ഡോണേഴ്സിൽ ഇപ്പോൾ ഒരു ആക്സിഡൻറ്റോ എന്തെങ്കിലും സംഭവിച്ച് ബ്രെയിൻ ഡെത്ത് സംഭവിക്കുകയാണെങ്കിൽ അവരുടെ അവയവങ്ങൾ അവർ ഡൊണേറ്റ് ചെയ്യുന്നു. കേരളത്തിൽ പല പല പ്രശ്നങ്ങൾ കാരണം കേരളത്തിൽ ഇപ്പോൾ ബ്രെയിൻ ഡെഡ് ഡൊണേഷൻ വളരെയധികം കുറഞ്ഞു വരികയാണ്. അപ്പോൾ നമ്മൾ ബ്രെയിൻ ഡെഡ് ഡോണറിൻ്റെ അവയവങ്ങൾ നമ്മൾ സംസ്കരിച്ച് കളയുന്നു. ഇത് കൊണ്ട് ഗുണം ചെയ്യുന്ന ഒത്തിരി പേര് ഇത് സാധ്യമാകാതെ മരണപ്പെടുകയും ചെയ്യും. അപ്പോൾ ഡിസീസ് ഡോണർ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടതുണ്ട്. കേരളത്തിലത് വലുതാവേണ്ടത് കൂടുതൽ വളർന്നു വരേണ്ടത് ആവശ്യമാണ്. അപ്പോൾ സിറോസിസ് ഒരു പരിധിവരെ ആയിക്കഴിഞ്ഞ് നമ്മുടെ റുട്ടീൻ ലൈഫിനെ ബാധിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കരൾ മാറ്റിവെക്കൽ മാത്രമേ അതിന് ചികിത്സ. കരൾ മാറ്റിവെച്ച് കഴിഞ്ഞാലും ജീവിതശൈലി വളരെയധികം ഉത്തമമായി മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ടത് ആ വ്യക്തിക്ക് അത്യാവശ്യമാണ്.